السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قال الله تبارك وتعالى ولا تباشروهن وأنتم عاكفون في المساجد. الآية. ബഹുമാന്യരായ വിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ പ്രത്യേകമായി ഈ പുണ്യ ദിനത്തിൽ ഈ പള്ളിയിൽ വെച്ച് എന്നെയും നിങ്ങളെയും ഒക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുന്നത്. റബ്ബിന്റെ മഹത്തായ അനുഗ്രഹം എന്നുകൊണ്ട് മാത്രം ജീവിതത്തിൽ ഒരിക്കലും കൂടെ റമദാനിലേക്ക് എത്താൻ നമുക്ക് അവസരമുണ്ടായി. അതിൻ്റെ ഏറ്റവും പുണ്യമായ അവസാന പത്തിലേക്കും കടക്കാൻ ഇന്ന് മഗ്‌രിബോടുകൂടി അൽഹംദുലില്ലാഹ് നമുക്ക് വലിയ നിഅമത്ത് നൽകിയിരിക്കുകയാണ്. റബ്ബന വലക്കൽ ഹംദ്. ഇനി ഈ ദിവസങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ബാധ്യത എന്നത്. പ്രാർത്ഥനകളാൽ, ഖുർആൻ പാരായണത്താൽ, നിസ്കാരത്തിനാൽ, ദിക്ർ, ദുആ, സ്വലാത്തിനാൽ, സമാനമായ ഇബാദത്തുകളാൽ പകലുകളെ പരമാവധി സജീവമാക്കാൻ നമ്മളൊക്കെ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ദിവസങ്ങൾ ഏറ്റവും അധികം വർദ്ധിപ്പിക്കേണ്ട പ്രാർത്ഥനയാണല്ലോ അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. റബ്ബേ, നീ മാപ്പ് ചെയ്യുന്നവനാണ്, മാപ്പ് നൽകൽ നിനക്ക് ഏറെ ഇഷ്ടവുമാണ്, അതിനാൽ നീ എനിക്ക് മാപ്പ് നൽകണേ എന്ന് വ്യക്തിപരമായി പ്രാർത്ഥിക്കാം. കൂട്ടമായി നിർവഹിക്കുമ്പോൾ അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ എന്ന അർത്ഥത്തിൽ ഫഅഫു അന്നാ എന്നാണ്. ഇപ്പോൾ ഇതുപോലെ ക്ലാസ്സിലോ അല്ലെങ്കിൽ സമാനമായ രംഗത്തൊക്കെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദുആ ചെയ്യുകയാണെങ്കിൽ ഫഅഫു അന്നാ എന്ന് പ്രാർത്ഥിക്കാം. സ്വന്തം കാര്യമാകുമ്പോൾ ഫഅഫു അന്നി എന്നും പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ എന്നാണ്, വാവിന് സദ്ദുണ്ട് അവിടെ. ഒന്നാമത്തിൽ അഫ്വുൻ എന്ന് വാവിന് സദ്ദ് ചെയ്തുകൊണ്ടാണ്. അഫ്വുൻ എന്നല്ല, അഫുവുൻ. അവിടെ ഫാന് ലൊമ്മാണ്, വാവിന് ലൊമ്മാണ്, വാവിന് സദ്ദുമുണ്ട്. അപ്പം ഇന്നക അഫുവുൻ, നീ അഫ്വ് നൽകുന്നവനാണ്, മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, അഫ്വ അവിടെ ഫാന് സുക്കൂനാണ്, വാവിന് സദ്ദില്ല. ഒന്നാമത്തേത് ഫാന് ലൊമ്മാണ്, വാവിന് ലൊമ്മാണ്, അതിന് സദ്ദുമുണ്ട്. രണ്ടാമത്തേൽ ഫാന് സുക്കൂനാണ്, വാവിന് ഫതഹാണ്, സദ്ദില്ല. ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ, തുഹിബ്ബുൽ അഫ്വ, അഫ്വ് നിനക്ക് ഇഷ്ടമാണ്, മാപ്പ് നിനക്ക് ഇഷ്ടമാണ്, നീ മാപ്പ് നൽകുന്നവനാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ എന്നാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അവൻ്റെ മഗ്ഫിറത്തും അഫ്വും എല്ലാം നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. റബ്ബിൻ്റെ പള്ളിയിൽ എഴുതിക്കാഫ് ഉദ്ദേശിച്ചും അല്ലാതെയും ഒക്കെ വന്ന ആളുകളാണ്
ഇന്നിവിടെ ഉള്ള നമ്മളെല്ലാവരും ഈ ഒരു ഘട്ടത്തിൽ എന്താണ് എഴുത്തിക്കാഫ്, എന്തിനാണ് എഴുത്തിക്കാഫ്, അവിടെ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് എന്നൊരു അല്പസമയം ക്ലാസ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജവും സമയവുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ആമീൻ. എഴുത്തിക്കാഫ് എന്നത് ഒരു അറബി പദമാണ്. എഴുത്തക്കഫ, അക്കഫ എന്നൊക്കെയുള്ള പദവുമായി ബന്ധപ്പെട്ട പദമാണ് എഴുത്തിക്കാഫ് എന്നത്. ഒരു ലക്ഷ്യത്തിൽ ഒന്നിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അത് നേടുന്നത് വരെ അവിടെ തന്നെ കൂടുക, അതിനാണ് ഭാഷാപരമായി എഴുത്തിക്കാഫ് എന്ന് ഉപയോഗിക്കുക. ഒരു ആവശ്യത്തിന് വേണ്ടി പോയി ആ ആവശ്യം നിറവേറാതെ തിരിച്ചു പോരുകയില്ല എന്ന നിലയ്ക്ക് അവിടെ തന്നെ ലാസിമാവുക, മുലാസമത്ത്, അവിടെ തന്നെ ഒഴിയാതെ കൂടുക, അതിനാണ് അക്കഫ എന്ന പദം പൊതുവെ അറബിയിൽ ഉപയോഗിക്കാറുള്ളത്. ആക്കിഫൂൻ എന്ന പദപ്രയോഗം വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്ത് ഉപയോഗിച്ചത് കാണാൻ കഴിയും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇബാദത്താകുന്ന ഇഅ്തികാഫ് എന്നത് റബ്ബിൻ്റെ ഖുർബത്ത്, അവന് സാമീപ്യം കിട്ടുവാനായി അവന് വഴിപ്പെടുന്ന കാര്യങ്ങളിൽ വ്യാപൃതമായിക്കൊണ്ട് അവൻ്റെ പള്ളിയിൽ തന്നെ വന്നുകൂടുക, അതിനാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. മുലാസമത്തുൽ മസ്ജിദ്, പള്ളിയിൽ തന്നെ കൂടുതലാണ്. ബിനിയ്യത്തിൻ മഖ്സൂസ, പ്രത്യേകമായ നിയ്യത്തോടു കൂടി പള്ളിയിൽ തന്നെ വന്ന് കൂടുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയുക. ഇഅ്തികാഫ് പള്ളിയിലേ ഉള്ളൂ, അല്ലാത്തടത്തില്ല. അതുകൊണ്ട് ഇഅ്തികാഫിൻ്റെ കേന്ദ്രം പള്ളിയാണ്. പള്ളിയും പറമ്പും മുറ്റൊക്കെ പാടെ കൂടിയിട്ട് ഇഅ്തികാഫ് ഉണ്ടാവില്ല അർത്ഥം. ഇഅ്തികാഫ് പൂർണ്ണമായും പള്ളിയിലാണ്, പള്ളിയിൽ തന്നെയാണ്. നമ്മൾ നിശ്ചയിക്കുന്ന സമയം എത്രയാണോ ആ സമയം, ഇഅ്തികാഫ് ഉദ്ദേശിക്കുക എത്രയാണോ ആ സമയം. ഇനി ഇഅ്തികാഫ് ഉദ്ദേശമില്ല, പള്ളി വന്ന് കൂടുക, ഇബാദത്തിൽ മുഴുക എന്നേ ഉള്ളുവെങ്കിൽ ഓക്കെ, ഈ പറയുന്നതും ഒരു ബാധകമല്ല, ഒരു പള്ളിയിൽ സൗകര്യം ഉണ്ടാവർക്ക് വന്ന് കൂടാം. അതല്ല, ഇഅ്തികാഫ് എന്ന ഇബാദത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ പള്ളിയിൽ വന്നതും ഇവിടെ കൂടുന്നതുമെങ്കിൽ ഇഅ്തികാഫിൻ്റെ എല്ലാ മര്യാദകളും പാലിക്കൽ നമ്മുടെ ബാധ്യതയാണ്. എന്തിനാണ് ഇങ്ങനെ വന്ന് കൂടുന്നത്? ഒരു ദിവസമോ അര ദിവസമോ 10 ദിവസമോ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങളോ ഒക്കെ ഇഅ്തികാഫ് ആവാം. എന്തിനാണ് അങ്ങനെ വന്ന് കൂടുന്നത്? പടച്ച റബ്ബിലേക്ക് മനസ്സ് പൂർണ്ണമായും തിരിക്കുക, ദുനിയാവിൻ്റെ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി അതിൽ നിന്നെല്ലാം മുക്തമായി മനസ്സ് പൂർണ്ണമായും റബ്ബിലേക്ക് തിരിഞ്ഞ് അവനുള്ള ഇബാദാത്തുകളിൽ മുഴുകി റബ്ബുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുക, അതാണ് ഇഅ്തികാഫിൻ്റെ ഉദ്ദേശം. ഖൽബ് എപ്പോഴും മദിനമായി മാറും. ആ മദിനമാകുന്ന ഖൽബിനെ ശുദ്ധീകരിക്കുക, ദുന്യവിയായ കെട്ടുപാടുകളിൽ നിന്ന് ഖൽബിനെയെല്ലാം തൽക്കാലം മാറ്റി നിർത്തി പടച്ച റബ്ബിലേക്ക് പൂർണ്ണമായും തിരിഞ്ഞുകൊണ്ട് അവനിഷ്ടപ്പെടുന്ന വഴികളിൽ അവനുള്ള ഇബാദാത്തുകളിൽ മുഴുകി നിശ്ചയിക്കുന്ന സമയത്തെ ഉപയോഗപ്പെടുത്തുക, അതാണ് ഒന്നാമതായി ഇഅ്തികാഫ് കൊണ്ട് നേടേണ്ടത്. അതോടൊപ്പം അള്ളാഹുമായുള്ള ഒരു ഏകാന്തത, നമ്മളും പഠിച്ചോളും തമ്മിൽ മാത്രമുള്ള, മറ്റാരുമില്ലാത്ത, മറ്റാരും അറിയാത്ത എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ എൻ്റെ മനസ്സ് തുറന്നു വെക്കാനുള്ള, എൻ്റെ റബ്ബിനോട് എനിക്ക് പ്രാർത്ഥിക്കാനുള്ള, എൻ്റെ റബ്ബിൻ്റെ നാമങ്ങൾ സ്മരിക്കാനുള്ള, അവൻ്റെ കലാമ് പാരായണം ചെയ്യാനുള്ള, സുജൂദിൽ കിടന്ന് ദുആ ചെയ്യാനുള്ള, എൻ്റെ റബ്ബുമായി ഞാൻ ഒറ്റക്കാകുന്ന ചില അവസരങ്ങൾ സൃഷ്ടിക്കുക, അതാണ് ഇഅ്തികാഫിൻ്റെ മറ്റൊരു ഉദ്ദേശം. അപ്പോൾ അതിന് പര്യാപ്തമാവണം നമ്മുടെ ഇഅ്തികാഫുകൾ എന്നർത്ഥം. അല്ലാതെ ഭയങ്കര രസമാണ്, നമുക്ക് അവിടെ പോവുക, അവിടെ എല്ലാവരും കാണാം, എല്ലാവരും പരിചയപ്പെടാം, ആ പഴയ ബന്ധമൊക്കെ ഒന്ന് പുതുക്കുക, ഭയങ്കര സംഭവമാണ്, ഉഷാറാണ് എന്ന് കരുതിയിട്ടാണെങ്കിൽ അതൊക്കെ നടക്കുന്നല്ലാതെ അത് ഇഅ്തികാഫ് എന്ന് പറയില്ല. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പേരിന് വേണ്ടി, പെരുമയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഏതെന്നാലും കാര്യമില്ല. നിയ്യത്ത് ഏതിനും പ്രധാനമാണ്, ഇഅ്തികാഫിന് പ്രത്യേകിച്ചും പ്രധാനമാണ്. നമ്മളെല്ലാ കൊല്ലവും ഒരു അവസാനത്തെ 10 ദിവസം പള്ളിക്ക് ഇരിക്കലാണ് എന്ന് പറയാനാണെങ്കിൽ അത് പറയാൻ പറ്റും, വേറെ കാര്യമൊന്നുമില്ല. എല്ലാവരും ഒന്ന് അറിയട്ടെ, എല്ലാവരും ഒന്ന് പറയട്ടെ എന്നാണെങ്കിൽ അത് പറഞ്ഞോളും. ഇന്നമാലിക്കുല്ലിംറിഇൻ മാനവ, എല്ലാ മനുഷ്യന്മാരും എന്താണോ ഉദ്ദേശിച്ചത് അതവന് ലഭിക്കുമെന്നാണല്ലോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരി ഹദീസ് നമ്പർ 1 റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അതുകൊണ്ട് നമ്മുടെ നിയ്യത്ത് പ്രധാനമാണ്. പടച്ച റബ്ബിൻ്റെ സാമീപ്യം കിട്ടണം, റബ്ബുമായി ഒരു ഏകാന്തത നമുക്ക് അനുഭവിക്കാൻ കഴിയണം, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം, ഖൽബിനെ ശുദ്ധിയാക്കണം, ദുന്യാവിൻ്റെ കെട്ടുപാടിൽ നിന്നൊക്കെ ഒന്ന് മുക്തമാവണം, പരലോകത്തെ കുറച്ചുകൂടി വിഭവങ്ങൾ ശേഖരിക്കണം, യാത്രക്കൊരുങ്ങണം എന്നൊക്കെയുള്ള ആ ഒരു ഉദ്ദേശമാകണം ഈ ദിവസങ്ങളിൽ നമ്മൾ വന്ന് കൂടുമ്പോൾ നമുക്കുണ്ടാവേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
ഇത്തികാഫ് എന്നതിന് പ്രത്യേക ഇത്ര സമയമെന്നോ ഇങ്ങനെ ആവണമെന്നോ ഒന്നുമില്ല. എത്ര കുറഞ്ഞ സമയവും ഇത്തികാഫിലാക്കാവാം. ഒരാൾ പള്ളി വന്ന് കൂടിയതുകൊണ്ട് മാത്രം ഇത്തികാഫ് ആവുന്നില്ല. പള്ളിക്ക് ആർക്കും എപ്പോഴും വരാം, അവിടെ ഒന്ന് കിടന്നുറങ്ങാം, അയാൾക്ക് അവിടെ നിന്ന് ഇരിക്കാം, ഖുർആൻ ഓതാം, ഇബാദത്ത് ചെയ്യാം. അതുകൊണ്ട് ഇത്തികാഫ് ആവില്ല. ഇത്തികാഫിന്റെ നിയ്യത്തിൽ നമ്മൾ ഇത്ര സമയം ഞാൻ പള്ളിയിലിരിക്കാൻ തീരുമാനിച്ചു, അതാണ് ഇത്തികാഫ്. ഇത്ര സമയം, അത് 10 മിനിറ്റ് ആവാം, അരമണിക്കൂറാവാം, 1 മണിക്കൂറാവാം, 10 മണിക്കൂറാവാം, ഒരു ദിവസമാവാം, രാവും പകലുമാവാം, 10 ദിവസമാകാം, പകലാവാം, രാത്രിയാവാം, എങ്ങനെയുമാവാം. ഏത് സമയവും ഇത്ര സമയം ഞാൻ എൻ്റെ റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹിൻ്റെ പള്ളിയിൽ ഞാൻ കൂടുകയാണ് ഇത് തീരുമാനിച്ചുറച്ച് പള്ളിയിൽ കയറിയാൽ ആ സമയം വരെ അയാൾ ഇത്തികാഫിലാണ്. അതിനിടയിൽ പിന്നെ ഇത്തികാഫ് മുറിയുന്ന കാര്യങ്ങൾ അയാൾ ചെയ്യാൻ പാടില്ല. ഇതാണ് ഇത്തികാഫിൻ്റെ അടിസ്ഥാനം. അപ്പം നിങ്ങൾ പള്ളിക്ക് വന്നത് 10 ദിവസം മൊത്തം ഇത്തികാഫിരിക്കാനാണോ എങ്കിൽ ഇന്ന് മഗ്‌രിബോട് കൂടി പള്ളിയിൽ കയറി. ഇനി റമദാൻ അവസാനിക്കുന്നവരെ പള്ളിയിൽ തന്നെയാണ്. റമദാൻ അവസാനിക്കുക പറയുമ്പോൾ ഒന്നുകിൽ 29 മാസം കാണുക, 29 വ്യാഴാഴ്ച മാസം കണ്ടാൽ മഗ്‌രിബോട് കൂടി റമദാൻ അവസാനിച്ചു, അപ്പം നമുക്ക് ഇറങ്ങാം. ഇന്നു മാസം കണ്ടില്ല എങ്കിൽ 30-ാം തീയതി വെള്ളിയാഴ്ച കൂടി നോമ്പാകും. അപ്പം അന്ന് മഗ്‌രിബ് വരെ റമദാനുണ്ട്. ആ മഗ്‌രിബോട് കൂടിയാണ് നമ്മുടെ റമദാൻ അവസാനിക്കുക. അപ്പോഴാണ് നമ്മുടെ ഇത്തികാഫും അവസാനിക്കുക. അപ്പം 10 ദിവസം പൂർണ്ണമായും പള്ളിയിൽ ഇത്തികാഫിരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ആ പരിപൂർണമായ ഇത്തികാഫ് ലഭിക്കണമെങ്കിൽ ഇന്ന് മഗ്‌രിബ് മുതൽ റമദാൻ്റെ അവസാനത്തെ മഗ്‌രിബ് വരെ നമ്മൾ പള്ളിയിൽ തന്നെ കൂടുക, അതാണ് ഇത്തികാഫ്. അനിവാര്യമായ കാര്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങാം, വേറെ മാർഗമില്ലെങ്കിൽ. ഇപ്പം ബാത്റൂമിൽ പോകണം, ഏതായാലും പള്ളിയുടെ ഉള്ളിൽ പറ്റൂല, അപ്പം അതിനു വേണ്ടി പോകാം. എന്നാൽ അതിന് പോയി കുറച്ച് അവിടെ ഇരുന്ന് ഫോണുമ്മ കളിച്ച് വാർത്തകൾ നോക്കി യുദ്ധപ്രവൃത്തി നോക്കിയിട്ടാണെങ്കിൽ അത് പറ്റൂല. അത് ഇത്തികാഫിറ്റ് പറ്റുന്നതല്ല. അവിടെ നമുക്ക് ബാത്റൂമിൽ പോകാം, അത് കഴിഞ്ഞ് ഉളൂവും ചെയ്ത് തിരിച്ചു പോരാം. കുളിക്കാൻ പോകണം, ഓക്കെ, കുളിച്ച് പോരാം. ഭക്ഷണം കഴിക്കണം, ആയിക്കോട്ടെ, ഇറങ്ങാം, ഭക്ഷണം കഴിച്ച് തിരിച്ചു കയറാം. ആ അത്യാവശ്യങ്ങൾക്ക് ഇറങ്ങുന്നു, അത് കഴിഞ്ഞാൽ വേഗം പള്ളിക്ക് തന്നെ തിരിച്ചു കയറുന്നു. ഇതാണ് ഇത്തികാഫിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അല്ലാതെ ഭക്ഷണത്തിന് ഇറങ്ങിയാൽ പിന്നെ അവിടെ ഇങ്ങനെ ഇരുന്ന് വടായി പറഞ്ഞ് അടുത്ത വാങ്ങ് വിളിക്കുന്നവരെ അല്ലെങ്കിൽ ഇഖാമത്ത് വിളിക്കുന്നവരെ അവിടെ ഇരിക്കുക, അത് നമ്മുടെ ഇത്തികാഫിനെ മുറിക്കുന്ന കാര്യമാണ്. അങ്ങനെ ആയിക്കൂടാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണത്തിന് പോലും പോകില്ല എന്നാണ്. നബിയുടെ ഭക്ഷണം ഇങ്ങോട്ട് എത്തിച്ചു കൊടുക്കലാണ്. നബിയുടെ പള്ളിയിൽ നബിതങ്ങളുടെ പതിവ്, മദീന പള്ളിയിൽ ഒരു പ്രത്യേകമായ ഒരു ഭാഗത്ത് നബിതങ്ങൾ മറച്ചു കെട്ടും. നബിയുടെ കട്ടിലിടും, നബിയുടെ വിരിപ്പട കൊണ്ടുവരും, ചെറിയൊരു ഭാഗം മറച്ചു കെട്ടി നബിതങ്ങൾ അതിനുള്ളിൽ ഇരിക്കാറാണ് നബിയുടെ പതിവ്. എല്ലാവരും ഇടയ്ക്കിറങ്ങി എല്ലാവരും വർത്തമാനം പറഞ്ഞ് അങ്ങനെ അല്ല നബിയുടെ ഇത്തികാഫ്. നബിതങ്ങൾ 10 ദിവസം പൂർണ്ണമായും ഇബാദത്തിൽ മുഴുകി അവിടെ തന്നെ കൂടും. അതിനിടയ്ക്ക് ആരെയും ഒന്ന് കാണാൻ വന്നാൽ അവരെ നബി സ്വീകരിക്കും. സംശയം ചോദിക്കാൻ വന്നാൽ അത് പറഞ്ഞു കൊടുക്കും. വല്ല ആളുകൾ നബിക്ക് വിസിറ്ററായി വരികയാണെങ്കിൽ നബിയെ സ്വീകരിക്കും. ഇവിടെ ഭാര്യമാർ നബിയെ കാണാൻ വരും. ചിലപ്പോൾ ആ ഭാര്യമാരെ ഒന്നാങ്ങൾ പുറത്ത് ഒന്നാണ് അവിടെ റൂമിൽ കണ്ട് ആക്കി കൊടുക്കാൻ വേണ്ടി കൂടെ പോകും. ഇങ്ങനെയുള്ള അത്യാവശ്യങ്ങൾക്ക് നബി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാറുള്ളൂ. സൊഫിയ റളിയല്ലാഹു അൻഹ നബിയെ കാണാൻ വേണ്ടി ഇത്തികാഫിക്കുന്ന ആ സ്ഥലത്തേക്ക് വന്നു. അവരുമായി സംസാരിച്ചിരുന്നു. സംസാരം കഴിഞ്ഞ് അവർ പോകുമ്പോൾ നബി കൂടെ ഇറങ്ങിക്കൊടുത്തു. രാത്രിയാണ്. നബിൻ്റെ ഭാര്യമാരെ വീടുന്നത് നേരെ പള്ളിൻ്റെ അപ്പുറത്ത് തന്നെയാണ്. ഓരോ വാതിലും നബിയുടെ ഭാര്യമാരെ വീട്ടിലേക്കുള്ള ആ റൂമിലേക്കുള്ള വാതിലാണല്ലോ. അപ്പോൾ ആ വാതിൽ വരെ നബി ചെന്നു. എന്നിട്ട് അവർക്കാണ്ട് റൂമിലേക്കാണ് സുരക്ഷിതമായി പോകാനുള്ളൊരു ഒരു കൂടെ ഒന്ന് കൂടി കൊടുക്കുക എന്ന നിലക്ക് നബി അതുവരെ പോയി എന്ന് കാണാം. ഇതാണ് നബിയുടെ സാധാരണ പതിവ്. നബിയുടെ മുഅ്തഖഫ് മദീന പള്ളിക്ക് പോയാൽ നമുക്ക് കാണാം ബാബു തൗബ. ആ ബാബു തൗബയുടെ ഭാഗത്തായിരുന്നു നബി ഞങ്ങൾ ഇത്തികാഫിരിക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ആ സ്ഥലത്ത് പോയി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെയാണ് നബി ഞങ്ങൾ ഇത്തികാഫിരിക്കാറുള്ളത് എന്ന് പറഞ്ഞ ആ സ്ഥലം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് കാണാൻ കഴിയും. ബാബു തൗബ എന്നറിയപ്പെടുന്ന മദീന മസ്ജിദ് നബവിയുടെ കവാടം, ആ വാതിലിൻ്റെ ഭാഗത്തുള്ള ആ ഒരു ഏരിയയിലായിരുന്നു നബിതങ്ങളുടെ ഇത്തികാഫിൻ്റെ സ്ഥലം. അപ്പോൾ അവിടെ നബിതങ്ങൾ റമദാൻ 20 സുബഹി മുതൽ നബി അവിടെ ഒരുക്കങ്ങൾ ആരംഭിക്കും. സുബഹിസ്കാരം കഴിഞ്ഞാൽ നബി അവിടേക്ക് വരും. നബിയുടെ ഭാര്യ ആയിഷ കൂടെ ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റു ഭാര്യമാരുണ്ടാകും. ഇത് അവർ നബിയുടെ വിരിപ്പും കട്ടിലൊക്കെ അവിടെ റെഡിയാക്കി കൊടുത്ത് അവിടെ ഒന്ന് ആയിഷ ബി പറഞ്ഞു, ഞാൻ നബിക്ക് വേണ്ടി അവിടെ ഒരു ഖൈമ പോലെ ഞാൻ കെട്ടിക്കൊടുത്തിരുന്നു എന്ന് ആയിഷ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സ്ഥലം പ്രത്യേകമായി ഒരുക്കി തയ്യാറാക്കി എല്ലാം റെഡിയാക്കി നബി വീട്ടിലേക്ക് പോകും. മഗ്‌രിബോട് കൂടി നബിതങ്ങൾ വന്ന് ആ സ്ഥലത്തേക്ക് ആ ഖൈമയിലേക്ക് കയറി നബി അവിടെ കൂടുന്നു. പിന്നെ നബിതങ്ങൾ ഇറങ്ങാറുള്ളത്
റമദാൻ അവസാനിച്ച് ആ അവസാനത്തെ മഗ്‌രിബോട് കൂടിയാണ് നബി അവിടെ ഇറങ്ങുക. അതിനിടയ്ക്ക് ജമാഅത്തിന് വരും, ഇമാമ നിൽക്കും. ആൾക്ക് വല്ല ദീനിയായി സംശയം ചോദിക്കാനുണ്ടോ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും. ആ കാര്യങ്ങളിൽ മുഴുകുമെന്നല്ലാതെ അനാവശ്യ സംസാരങ്ങളോ മറ്റും ഉണ്ടാവാറില്ല. നബിയുടെ ഭക്ഷണം, നബിയുടെ ഭാര്യമാർ അവർ റൂമിൽ നിന്ന് ഭക്ഷണം അവിടെ കൊണ്ടുവന്ന് കൊടുക്കും. അവിടെ തന്നെ ഇരുന്നുകൊണ്ട് നബി തങ്ങൾ ആ ഭക്ഷണം കഴിക്കുകയും ചെയ്യും. നബിയുടെ പള്ളി മണലാണ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ. നമുക്ക് പള്ളിക്കത് നമുക്ക് ഭക്ഷണം കയറ്റുന്നില്ല, പുറത്താണ് സെറ്റ് ചെയ്യുന്നത്. അത് പള്ളിയുടെ വൃത്തി കൂടി കാത്തു സൂക്ഷിക്കുന്ന ഭാഗമാണ്, അതാണ് ചെയ്യേണ്ടത്. പിന്നെ നബിയുടെ കാലത്ത് പള്ളിയിൽ ചെരുപ്പിട്ട് കയറലുണ്ട്, അകത്ത് ഭക്ഷണം കഴിക്കലുണ്ട്. അന്നത്തെ പള്ളിക്കത് പ്രശ്നമല്ല. എന്നാൽ ഇന്നതല്ല. നമ്മുടെ പള്ളിയുടെ വൃത്തിക്കത് കോട്ടമാണെങ്കിൽ ആ വൃത്തിയാണ് അവിടെ മുന്തിക്കേണ്ടത് എന്ന് ഇന്നത്തെ സലഫി പണ്ഡിതന്മാരൊക്കെ പ്രത്യേകമായി നബിയുടെ ഈ സുന്നത്തുകൾ വിശദീകരിക്കുമ്പോൾ തന്നെ പ്രത്യേകമായി പറഞ്ഞത് കാണാൻ കഴിയും. ഷർഹുഷമായി മുഹമ്മദിയിലൊക്കെ നമുക്ക് ആ ഒരു ഭാഗം ഷെയ്ഖ് അബ്ദുൽ റസാഖ് ബദർ ഹഫിദുള്ളയുടെ വിശദീകരണം ഇങ്ങനെ തന്നെ കാണാൻ കഴിയും. അവിടെ പള്ളിയുടെ വൃത്തിക്ക് ചെരുപ്പിട്ട് കയറൽ കോട്ടമാണെങ്കിൽ ചെരുപ്പിട്ട് കയറാൻ പറ്റില്ല. അപ്പം നബിൻ്റെ പള്ളി ചെരുപ്പിട്ട് കയറിട്ടില്ലേ എന്ന് പറഞ്ഞാൽ നമ്മളെ പള്ളി ചെരുപ്പിട്ട് കയറാൻ പറ്റുമോ? ഇല്ല. അവിടെ ചെരുപ്പ് അഴിക്കലാണ് മുന്തിക്കേണ്ടത്. കാരണം പള്ളിയുടെ വൃത്തിയെ അത് ബാധിക്കും. അപ്പം അങ്ങനത്തെ നമ്മളൊക്കെ പള്ളിയിലാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വേഗം അവനിങ്ങോട്ട് തിരിച്ച് പള്ളിയിലേക്ക് തന്നെ കയറുകയും വേണം. ആ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അപ്പം അത്തരം അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പള്ളിയിൽ ഇറങ്ങുന്നു. ബാക്കി സമയങ്ങൾ മുഴുവൻ പള്ളിയിൽ തന്നെ കഴിഞ്ഞുകൂടും. അത് അവന് കഴിവിൻ്റെ പരമാവധി ആരാധനാമുറകൾ കൊണ്ട് സജീവമാക്കുക. അത്യാവശ്യമുള്ള വിശ്രമങ്ങൾ ആവാം. തീരെ ഉറങ്ങാൻ പാടില്ല എന്നില്ല, ഉറങ്ങാം. ആ ഉറക്കം ഇബാദത്തിലൊന്നും കൂടെ ആവേശമുണ്ടാകാൻ വേണ്ടിയാണെങ്കിൽ ആ ഉറക്കം കൂടി കൂലി കിട്ടുകയും ചെയ്യും. ആ ഉറക്കം ഒരു ഖിയാമുൽ ലൈൽ നിസ്കരിക്കാൻ ഒന്ന് ഉന്മേഷം കിട്ടണമെങ്കിൽ ഒരു സമയം ഉറങ്ങണം. ആ നിൽക്കോ ഉറങ്ങി, അല്ലെങ്കിൽ ആ ഉറക്കം കൂടി അവന് ഖൈറാണ്. അതും അവന് പ്രതിഫലാർഹമായി മാറും. കാരണം നന്മക്ക് വേണ്ടിയാണ് അവരിവിടെ ഉറങ്ങുന്നത്. ഭക്ഷണം കഴിക്കുന്നത് അതിനു വേണ്ടിയാണ്. അല്ല അവിടെ നല്ല ഫുഡാണ്, നല്ല കൊശിയാണെന്നാണെങ്കിൽ അത് കിട്ടുന്നല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. ആ നെയ്യത്ത് കൂടി ശരിയായി കിട്ടിയാൽ നമ്മുടെ ഭക്ഷണം കഴിക്കലും നമ്മുടെ ഉറക്കവും അടക്കം നമുക്ക് ഖൈറാക്കി മാറ്റാൻ കഴിയും. ഒരു നന്മക്കുള്ള നിമിത്തമായി മാറുന്നതെല്ലാം നന്മകളാണ്. ഒരു നന്മക്ക് ഖൈറിന് നിമിത്തമായി മാറുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഖൈറായി പരിഗണിക്കപ്പെടും. അപ്പോൾ ആ കാര്യം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇനി ഹലാലായ കാര്യങ്ങൾ തന്നെ നമ്മൾ കുറക്കുക. ഹറാമല്ല, ഹലാലാണ്, എന്നാൽ പോലും കുറക്കുക. ഇപ്പോൾ പരസ്പര സംസാരങ്ങൾ, സുഹൃത്തുക്കളുണ്ടാവും, പരിചയക്കാരുണ്ടാകും, ഒന്ന് ചിലപ്പോൾ പരിചയപ്പെടേണ്ടി വരും, ചില കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടി വരും, ആവാം. അത് പാടില്ലാത്തൊന്നുമല്ല. പക്ഷേ അതിനും ആവശ്യത്തിലേറെ സമയം നമ്മൾ ചിലവഴിക്കാതിരിക്കുക. അത്യാവശ്യമുള്ള സംസാരങ്ങളോ ആ നിരക്കുള്ള കാര്യങ്ങളൊക്കെ ആവാം. അതില്ലാത്ത സമയങ്ങളൊക്കെ ഇബാദത്തുകളുമായി മുഴുകാനാണ് അവൻ ശ്രമിക്കേണ്ടത്. ഇനി എഴുത്തിക്കാഫിൽ നേരത്തെ പറഞ്ഞ പോലെ പരിപൂർണമായ എഴുത്തിക്കാഫ് എന്നുള്ളത് 10 ദിവസം രാവും പകലുമുള്ള എഴുത്തിക്കാഫാണ്. അത് ഒരാൾക്ക് പൂർണ്ണമായും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ജുമായുള്ള പള്ളിയിലാണ് എഴുത്തിക്കാഫിരിക്കേണ്ടത്. അല്ലാത്ത പള്ളിയാണെങ്കിൽ അയാൾ ജുമായ്ക്ക് വേണ്ടി അങ്ങോട്ട് പോകേണ്ടി വരും. അപ്പോൾ എഴുത്തിക്കാഫിൻ്റെ തുടർച്ചയെ ബാധിക്കുകയും എഴുത്തിക്കാഫ് മുറിഞ്ഞു പോവുകയും ബാത്തിലാവുകയും ചെയ്യും. അതുകൊണ്ട് 10 ദിവസം മൊത്തം എഴുത്തിക്കാഫാണോ ജുമായുള്ള പള്ളി? ഞങ്ങളുടെ ഉദ്ദേശമില്ല, രാത്രി മാത്രമേ ഉദ്ദേശമുള്ളൂ, അല്ലെങ്കിൽ ഒഴിവുള്ള സമയത്ത് മാത്രമേ ഉദ്ദേശമുള്ളൂ, ഓക്കെ, എങ്കിൽ ജമാഅത്ത് നടക്കുന്ന ഏത് പള്ളിയും ആവാം. ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ജമാഅത്തുള്ള ഏത് പള്ളിയിലും ആവാം. അല്ലാതെ വീട്ടിൻ്റെ ഉള്ളിലുണ്ടാക്കിയ നിസ്കാര മുറിയിലോ ഒന്നും എഴുത്തിക്കാഫില്ല. നബിയോ ഭാര്യമാരോ അങ്ങനെ ഇരുന്നിട്ടില്ല. നബി തങ്ങൾ മരിക്കുന്നവരെ റമദാനിൽ എഴുത്തിക്കാഫിരുന്നു. നബിയുടെ കാലശേഷം നബിയുടെ ഭാര്യമാരും എഴുത്തിക്കാഫിരുന്നു. ബുഖാരി മുസ്ലിം റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആ ഹദീസ് വ്യാഖ്യാനിക്കുമ്പോൾ സറഹ് മുസ്ലിമിൽ നബി ഇമാം റഹിമഹുള്ള പറഞ്ഞു, എഴുത്തിക്കാഫ് പള്ളിയിലേ പറ്റൂ എന്നതിന് ഈ ഹദീസ് തെളിവാണ്. പള്ളി അല്ലാത്ത സ്ഥലത്ത് വീട്ടിൽ പറ്റുമായിരുന്നുവെങ്കിൽ ഒരിക്കലെങ്കിലും അവർ അവിടെ എഴുത്തിക്കാഫിരിക്കുമായിരുന്നു. വിശിഷ്യ നബിയുടെ ഭാര്യമാരെങ്കിലും അവർക്ക് പള്ളിയിൽ തന്നെ വന്ന് കൂടാൻ പല പ്രയാസവും ഉണ്ടാകുമല്ലോ. എന്നിട്ട് പോലും അവർ വീട്ടിലിരിക്കാതെ പള്ളിക്ക് വന്നു. അതിനർത്ഥം വീട്ടിൽ എഴുത്തിക്കാഫില്ല എന്ന് ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് സറഹ് മുസ്ലിമിൽ നബി ഇമാം റഹിമഹുള്ള രേഖപ്പെടുത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആണാവട്ടെ പെണ്ണാവട്ടെ പള്ളിയാണ് എഴുത്തിക്കാഫ്. അവർക്കത് രണ്ടു കൂട്ടർക്കും പുണ്യമുള്ള കാര്യമാണ്. പക്ഷെ നെയ്യത്ത് ശരിയാവണം. ഒരിക്കൽ നബി തങ്ങൾ വന്ന് പള്ളിയിൽ ഹൈമ കെട്ടിയപ്പോൾ നബിയുടെ ഭാര്യ സൈനബ അവരും അങ്ങേപ്പുറത്ത് ഒരു ഹൈമ ഉണ്ടാക്കി. അപ്പം മറ്റു ഭാര്യമാരൊക്കെ എന്താ ഓള് മാത്രം നബിനടുത്ത് ഒരു ഹൈമട്ടത്, എന്താ നമുക്ക് പറ്റൂലേ? അപ്പോൾ മറ്റേ ഭാര്യ അങ്ങേപ്പുറത്ത് ഓള് ഹൈമ ഉണ്ടാക്കി. അപ്പം അടുത്ത ഭാര്യ വന്നു, ഇപ്പുറത്ത് അവരൊന്നുണ്ടാക്കി. നബി എല്ലാം കഴിഞ്ഞ് പള്ളിക്ക് നോക്കുമ്പോൾ ആകെ ഒന്നാകെ ഹൈമകൾ. അപ്പോൾ എന്താ ഇപ്പോൾ ചോദിച്ചു,
ഇത് ഭാര്യമാരെല്ലാവരും കൈമട്ടിയ നബി, ഞങ്ങൾ ചുറ്റുഭാഗത്ത് പോലും ഇത്തികാഫിരിക്കുകയാണ്. അപ്പം നബി വെച്ച ആൽ ബിർറ തുരീദൂൻ, നിങ്ങളെ ഉദ്ദേശം നന്മയാണോ ചോദിച്ചു, അതോ വാശിയാണോ? ഓളുണ്ടെങ്കിൽ ഞാനും ഉണ്ടെന്ന അങ്ങനെ കണ്ടുവിടാൻ പറ്റുമല്ലോ എന്നാണോ? എല്ലാം പൊളിച്ചളിയാണ്. നബിൻ്റെ കൈമടക്കം പൊളിക്കാൻ പറഞ്ഞു. നബി അത് മാണ്ടാറ്, എല്ലാവരും പൊയ്ക്കൊടിയാണ്. അപ്പം നെയ്യത്ത് ശരിയല്ലെങ്കിൽ കാര്യമില്ല. നബി അടക്കം നബിൻ്റെ കൈമയും പൊളിച്ചു, ഓലും പൊളിക്കാൻ പറഞ്ഞ് അങ്ങനത്തെ ഇത്തികാഫ് വേണം. അങ്ങനെ വാശിക്കും മത്സരത്തിലും വേണ്ട. നബി അന്ന് ഇത്തികാഫ് ഇരുന്നില്ല. ആ കൊല്ലം അവസാന 10 നബി ഇത്തികാഫ് ഇരുന്നില്ല. എന്നിട്ട് ശവ്വാലിൽ 10 ദിവസം ഇരുന്നു. റമദാൻ കഴിഞ്ഞിട്ട് ശവ്വാലിൽ നബി ഞങ്ങൾ 10 ദിവസം ഇത്തികാഫ്, ഇതിന് പകരം. അപ്പോൾ ഒരു ഉദ്ദേശം മാറുന്നു എന്ന് കണ്ടപ്പോൾ നബി ഞങ്ങൾ അവിടെ കർക്കശമായി ഇടപെട്ടു എന്നർത്ഥം. ശവ്വാലിൽ ഇരുന്നു എന്നതിൽ നിന്നാണ് പണ്ഡിതന്മാർ മനസ്സിലാക്കിയത് നോമ്പുകാലത്തല്ലാതെയും ഇത്തികാഫുണ്ട്. നോമ്പുകാരനല്ലാതെയും ഇത്തികാഫ് ഇരിക്കാം, നോമ്പുകാലത്തല്ലാതെയും ഇത്തികാഫ് ഇരിക്കാം. നബി ശവ്വാലിൽ ഇരുന്നല്ലോ. ആ ശവ്വാലിൽ ഇരുന്നപ്പോൾ നബി നോമ്പ് നോറ്റു എന്ന് പ്രത്യേകിച്ച് എവിടെയും വന്നിട്ടില്ല, നോറ്റിട്ടില്ല എന്നും പ്രത്യേകിച്ച് വന്നിട്ടില്ല. അപ്പം നോമ്പില്ലാതെയും ഒരാൾക്ക് വേണമെങ്കിൽ ഇത്തികാഫ് ഇരിക്കാം എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതാണെങ്കിലും ഇതൊക്കെ പാലിച്ചുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ ഇത്തികാഫിലേക്ക് തിരിയാൻ എന്നാണ് പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത്. അപ്പം നമുക്ക് 10 ദിവസം കഴിയുമെങ്കിൽ 10 ദിവസം അങ്ങനെ. അപ്പം നെയ്യത്താതെ നിൽക്കാം. ഇന്ന് മുതൽ റമദാൻ അവസാനിക്കുന്നവരെ ഈ പള്ളിയിൽ ഇത്തികാഫിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് എങ്കിൽ ഈ പറഞ്ഞ എല്ലാ നിയമവും പാലിക്കണം 10 ദിവസം. ഇനി അങ്ങനെ ഉദ്ദേശമൊന്നുമില്ല, പള്ളി വന്ന് കൂടെ ഇബാദത്തിൽ മുഴുക എന്നേ ഉള്ളൂ, ഇത്തികാഫിന് നെയ്യത്തൊന്നുമില്ല എങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അവർക്ക് പുറത്തു ഇറങ്ങാൻ എവിടെയും പോകാം, ഇഷ്ടമുണ്ടാകുമ്പോൾ കയറി വരാം, ഇഷ്ടമുണ്ടാകുമ്പോൾ പോകാം, അത് അവർക്ക് തീരുമാനിക്കാം. ഇനി അതല്ല രാത്രി മാത്രമാണ് ഇത്തികാഫ് എങ്കിൽ നമ്മുടെ സമയം നമ്മൾ നിശ്ചയിക്കണം. മഗ്രിബ് മുതൽ സുബ്ഹി വരെ എന്നാണോ, ഇശാ മുതൽ സുബ്ഹി വരെ എന്നാണോ, തറാവീഹ് മുതൽ സുബ്ഹി വരെ എന്നാണോ, ഖിയാമുൽ ലൈൽ മുതൽ സുബ്ഹി വരെ എന്നാണോ എന്നൊക്കെ നമുക്കൊരു ധാരണ വേണം. ആ സമയം നമ്മൾ ഇത്തികാഫിലാണ്. അതുകൊണ്ട് ആ സമയത്തുള്ള ഇത്തികാഫ് അതിൽ ഈ പറയപ്പെട്ട മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇത്തികാഫിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇനി പകല് മാത്രം പറ്റും, ഇവർക്ക് രാത്രി പ്രയാസമുണ്ട്, വീട്ടിൽ വയസ്സായ ഉമ്മണ്ട്, വയസ്സായ വാപ്പുണ്ട്, വീട്ടിൽ പ്രയാസങ്ങളുണ്ട്, ആളില്ല, അതുകൊണ്ട് തന്നെ അവർ രാത്രി വന്ന് കൂടാൻ കഴിയില്ല, രാത്രി വീട്ടിൽ പോയേ പറ്റുള്ളൂ. ആയിക്കോട്ടെ, പകൽ ഇത്തികാഫാവാം. രാവിലെ വരുന്നു, ഇവിടെ കൂടുന്നു, അവിടെ പോകുന്നു, നിശ്ചയിക്കുന്ന സമയം. ഞാൻ അതിനിടയ്ക്ക് പ്രയാസം വന്ന് ഒരുപക്ഷെ വിളി വന്നാൽ പോകേണ്ടി വരും, മകൾ പ്രസവിക്കാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഭാര്യ സുഖമില്ലാത്ത ആളാണ്, ഉമ്മാക്ക് സുഖമില്ലാത്ത ആൾ, എപ്പോൾ വിളിച്ചാലും പോകേണ്ടി വന്നേക്കാം എന്നാണെങ്കിൽ കുഴപ്പമില്ല. ഇത്തികാഫ് നിങ്ങൾ നിയ്യത്ത് ചെയ്യുമ്പോൾ തന്നെ അതിനെ കൂടെ ആ ഒരു ഷർത്ത് കൂടി മനസ്സിലുണ്ടായാൽ മതി. നിങ്ങൾ തടസ്സം വന്നാൽ, ഒരു ആവശ്യം വന്നാൽ ഞാനത് പോകും എന്ന് അയാൾ ആദ്യമേ തീരുമാനിച്ചാൽ അയാൾക്ക് പ്രശ്നമില്ല. ആ സമയത്ത് പെട്ടെന്ന് ഒരു വിളി വന്നു, അയാൾക്ക് പോകേണ്ടി വന്നു, അയാൾക്ക് പോകാം, ഇതിന് പ്രശ്നമൊന്നുമില്ല. ഇത് നമ്മൾ പാലിക്കേണ്ട കാര്യമാണ്. ഇനി നേർച്ചയാക്കിയ ഇത്തികാഫാണെങ്കിൽ ഈ പറയപ്പെട്ടതെല്ലാം വാജിബായി മാറും. ഒരാൾ നേർച്ചയാക്കി റമദാനിൽ 10 ദിവസം ഇത്തികാഫിരിക്കാൻ നേർച്ചയാക്കിയിരുന്നു എങ്കിൽ അയാൾക്ക് ഇത്തികാഫ് നിർബന്ധമാണ്. ആ 10 ദിവസം അയാൾ പൂർണ്ണമായും ഈ മര്യാദകൾ പാലിച്ചുകൊണ്ട് ഇത്തികാഫ് നിർവഹിക്കൽ അയാൾക്കപ്പോൾ നിർബന്ധമായി മാറുകയും ചെയ്യും. അല്ലാത്ത കാലത്തോളം ഇത്തികാഫ് നിർബന്ധമില്ല, സുന്നത്താണ്. നേർച്ച ആക്കിയിട്ടില്ലെങ്കിൽ നിർബന്ധമില്ല, നിയ്യത്ത് കൊണ്ട് മാത്രം നിർബന്ധമാവില്ല, അത് സുന്നത്തായൊരു ഇബാദത്താണ്, അയാൾക്ക് അയാളുടെ സൗകര്യം പോലെ ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ ഇത്തികാഫ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് വകതിരിവുള്ള ആളുകളിൽ നിന്നാണ് ഇത്തികാഫ് സ്വീകരിക്കപ്പെടുന്നത്. ചെറിയ കുട്ടികൾ ഇത്തികാഫായി പരിഗണിക്കപ്പെടുന്നത്. ഒരു കള വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വകതിരിവുള്ള കാര്യങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയുന്ന, പ്രായപൂർത്തി ആയിക്കോളുന്നില്ല, പ്രായപൂർത്തി ആകണമെന്നില്ല, കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ തമീസുള്ള വകതിരിവുള്ള കുട്ടികളുടെ ഇത്തികാഫാണ് പരിഗണിക്കപ്പെടുക, പള്ളിയിലാണ് പരിഗണിക്കപ്പെടുക. മുസ്ലിമിന് മാത്രമേ ഇത്തികാഫുള്ളൂ. മുസ്ലിം അല്ലാത്ത ഇത്തികാഫ് ഇരുന്നാൽ ആ ഇത്തികാഫ് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഇത്തികാഫിൻ്റെ കാലത്ത് എല്ലാ പള്ളിക്കും ഒരേ കൂലിയാണ്, 3 പള്ളി ഒഴികെ. മസ്ജിദുൽ ഹറാം, മസ്ജിദുൻ നബവി, ബൈത്തുൽ മുഖദ്ദസ്, ഈ 3 പള്ളിക്കുള്ള പ്രത്യേകത ഇത്തികാഫിലുമുണ്ട്. അല്ലാത്ത ഏത് പള്ളിയിലും ഒരാൾക്ക് ഒരുപോലെയാണ്. അപ്പോൾ ജാമിയ പള്ളി ഇത്തികാഫിക്കാൻ നേർച്ചയാക്കി, അയാൾക്ക് ഏത് പള്ളിയിൽ പോയി ഇത്തികാഫിരിക്കാം, ഇവിടെ തന്നെ വേണമെന്നില്ല. ഇവിടെ ഇരിക്കാൻ നേർച്ചയാക്കി ആയിക്കോട്ടെ, കുഴപ്പമില്ല. അയാൾക്ക് എവിടെയും പോയി ഇത്തികാഫിരിക്കാം, പ്രശ്നമില്ല. ഈ പള്ളി തന്നെ ആവണം എന്നൊക്കെ നിർബന്ധമില്ല. എന്നാൽ ഒരാൾ ഒരു മസ്ജിദുൽ ഹറാമിൽ ഇത്തികാഫിക്കാൻ നേർച്ചയാക്കി എങ്കിൽ ഇവിടെ വന്നിരുന്നാൽ പറ്റുകയില്ല. അത് മസ്ജിദുൽ നബവിയിൽ തന്നെ, മസ്ജിദുൽ ഹറാമിൽ തന്നെ പോയി ഇത്തികാഫിരിക്കണം. മസ്ജിദുൽ നബവിയിൽ ഇത്തികാഫിക്കാൻ നേർച്ചയാക്കി എങ്കിൽ മസ്ജിദുൽ നബവിയും പറ്റും, മസ്ജിദുൽ ഹറാമും പറ്റും. കാരണം മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബവിയേക്കാൾ മഹത്വം കൂടുതലാണ്. ബൈത്തുൽ മുഖദ്ദസിൽ ഇത്തികാഫ് നേർച്ചയാക്കി എങ്കിൽ ബൈത്തുൽ മുഖദ്ദസും പറ്റും, മസ്ജിദുൽ നബവിയും പറ്റും, മസ്ജിദുൽ ഹറാമും പറ്റും. ബാക്കി എല്ലാ പള്ളികളും ഈ വിഷയത്തിൽ ഒരുപോലെയാണ്. അത് എവിടെ ഇരുന്നാലും ഒരേ
പ്രതിഫലമാണ്. അല്ലാത്ത ഏത് പള്ളിക്കും മറ്റു പള്ളിയേക്കാളേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മേന്മ ആ വിഷയത്തിൽ ഇല്ല. ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. എന്താണെങ്കിലും ഇഴ്തികാഫ് ഈ പറഞ്ഞ പോലെ ലക്ഷ്യം നേടണമെങ്കിൽ പരമാവധി അത് ഇബാദാത്തുകൾ കൊണ്ട് സമ്പന്നമാക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹുമായുള്ള അടുപ്പം വർദ്ധിക്കണം. ഇവിടെ കുറച്ച് സമയം കൂടിയിട്ട് എന്ത് കിട്ടിവെച്ചാൽ കൽബ് നമ്മൾ ശുദ്ധിയായി, കുറേ നല്ല ശീലങ്ങൾ പഠിച്ചു, സ്വബർ ക്ഷമ ഇതിലൂടെ പഠിക്കും, വിട്ടുവീഴ്ചകൾ ഇതിലൂടെ പഠിക്കും. അതേപോലെ കൽബിൻ്റെ കുറേ വേണ്ടാത്ത ശീലങ്ങൾ അതൊക്കെ ഒഴിവാക്കിയിട്ടും കിബർ കുറയും. ഹസദ്, അസൂയ, പൊങ്ങച്ചം, വിദ്വേഷം, ഗീബത്ത്, നമീമത്ത്, കളവ് തുടങ്ങി പരിഹാസങ്ങൾ അടക്കമുള്ള ഒരുപാട് മോശപ്പെട്ട സ്വഭാവങ്ങൾ ഒഴിവാക്കാൻ ഇത് നിമിത്തമായി മാറും. ഇത്തികാഫ് എന്നിട്ട് അവിടെ നിന്നിട്ട് ഗീബത്ത് അറിയണമെങ്കിൽ പിന്നെ ആ ഇത്തികാഫ് ബാത്തിലാകുമെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാർ കാണാൻ പറ്റും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വാക്കുകളെ ശ്രദ്ധിക്കുക, നാവിനെ നിയന്ത്രിക്കുക, അനാവശ്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുക. അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പരമാവധി ഇബാദത്തുകളിൽ മുഴുകുക. ആവശ്യമായ വിശ്രമം അയാൾക്കാവാം, വിരോധമൊന്നുമില്ല. ആർത്തവമുള്ള സമയം, അതേപോലെ ജനാപത്തുള്ള സമയം ഇത്തികാഫില്ല. ഒരാൾ പള്ളിയിൽ വന്നു പത്യൂസരിക്കാൻ തീരുമാനിച്ചു വന്നാണ്, പക്ഷേ ഇവിടുന്ന് ഒരു സഹോദരിക്ക് ആർത്തവമുണ്ടായി എങ്കിൽ അവർക്ക് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങണം, പിന്നെ പള്ളിയിൽ നിൽക്കാൻ പാടില്ല. അവിടെ ഇത്തികാഫ് മുറിയും, ഇത്തികാഫ് ബാത്തിലാവുകയില്ല. 10 ദിവസം ഇത്തികാഫിക്കാൻ തീരുമാനിച്ചു വന്ന സഹോദരിയാണെങ്കിൽ അതിനിടയിൽ ആർത്തവമുണ്ടായാൽ ഇത്തികാഫ് അവിടെ മുറിയുന്നു, എന്നാൽ ഇത്തികാഫ് ബാത്തിലാവുകയില്ല. അഥവാ അവർക്ക് പള്ളിയുടെ പുറത്ത് എവിടെയെങ്കിലും സൗകര്യപ്പെട്ട സ്ഥലത്ത് അവർക്ക് കഴിഞ്ഞുകൂടാം. അവിടെ ആർത്തവം എപ്പോൾ അവസാനിച്ച് കുളിച്ച് വൃത്തിയായോ ആ നിമിഷം തിരിച്ചു വരാം, അവിടെ ഇത്തികാഫ് തുടരാം. ഇത്തികാഫ് ബാത്തിലായിട്ടില്ല, ഇത്തികാഫ് ബാത്തിലായിട്ടില്ല, അവർക്ക് ഇത്തികാഫ് തുടരാം. കാരണം അവരെ കൊണ്ടല്ല, അവിടെ കാരണമല്ല ഇത്. ഈ ജനാപത്തുണ്ടായാൽ പള്ളിയിൽ ഇറങ്ങണം, പള്ളിയിൽ ഇറങ്ങി കുളിച്ച് വൃത്തിയായി തിരിച്ചവർക്ക് പള്ളിയിലേക്ക് കയറി വരാം. ഇത്തികാഫ് ബാക്കി അവർക്ക് തുടരാം. എന്നാൽ ബോധപൂർവമുള്ള സ്ഖലനങ്ങളാണെങ്കിൽ, അയാളുടെ ചെയ്തിയാൽ ഉണ്ടാകുന്ന ഇന്ദ്രിയ സ്ഖലനങ്ങളാണെങ്കിൽ അയാൾ ഇത്തികാഫിൻ്റെ ബാത്തിലാവും. ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ ഇത്തികാഫ് മൊത്തം ബാത്തിലാവും, മുറിയിൽ മാത്രമല്ല. കാരണം അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, പള്ളികളിൽ ഇത്തികാഫിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ഭാര്യമാരുമായി ശാരീരിക ബന്ധങ്ങൾ പാടില്ല എന്ന് നോമ്പുമായി ബന്ധപ്പെട്ട ആയത്തുകൾക്കിടയിൽ സൂറത്ത് ബഖറയിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ഇത്തികാഫിനിടയിൽ ഭാര്യാഭർത്തൃ ബന്ധം നടന്നാൽ ഇത്തികാഫ് ബാത്തിലായി, ഇനി ഒരിക്കൽ അവസാനിപ്പിച്ചു പോകാം. സ്വപ്നസ്ഖലനമുണ്ടായി, ഒരു വസ്തുവില്ല, അയാൾ ശുദ്ധിയാകാൻ വേണ്ടി പള്ളിയിൽ പുറത്തു പോകണം. കാരണം ആ അവസ്ഥയിൽ പള്ളിയിൽ കൂടാൻ പാടില്ല. പുറത്തിറങ്ങി അയാൾ കുളിച്ച് ശുദ്ധിയായി തിരിച്ചു വന്ന് അയാൾ ഇത്തികാഫിലേക്ക് തുടരാം. എന്നാൽ അയാളുടേതായ കാരണങ്ങളാൽ, അയാളുടെ സ്വന്തമായ പരിശ്രമങ്ങളാൽ, മുഷ്ടിമൈഥുനമായോ സുവർഗരതിയായോ ഒക്കെയുള്ള കാരണങ്ങളാലാണ് അയാൾക്ക് സ്ഖലനമുണ്ടായത് എങ്കിൽ അയാൾ ഇത്തികാഫ് തന്നെ ബാത്തിലായി, അയാൾക്ക് അവിടെ അവസാനിച്ചു. ഒതു മുറിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകണ പോലെ, ആ ഇത്തികാഫ് അവിടുന്ന് ബാത്തിലായി. ഇനി പുതിയ ഇത്തികാഫ് വേണമെങ്കിൽ ആരംഭിക്കാം, ആ തുടർച്ചയാൾക്ക് ലഭിക്കുകയില്ല. അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കാം. പള്ളി വന്ന് കൂടുന്ന നന്മകൾക്ക് വേണ്ടിയാണ്, ഖൈറിന് വേണ്ടിയാണ്. പള്ളിക്കൊരു മഹത്വമുണ്ട്. ആ മഹത്വം നമ്മൾ പ്രത്യേകം കാത്തു സൂക്ഷിക്കണം. ഈ ദിവസങ്ങളിൽ 10 ദിവസം ഒന്നാകെ പള്ളി കൂടുമ്പോൾ ആദ്യത്തെ ദിവസമൊക്കെ പള്ളിയോട് വലിയ ബഹുമാനം ഉണ്ടാവും. ഇന്നും നാളെയൊക്കെ എല്ലാവർക്കും വലിയ ചളക്കും ഭയങ്കര നിഷ്ഠയും വിഭാഗത്തും ഖുർആനൊക്കെ, പിന്നെ മെല്ലെ ഇങ്ങനെ കുറഞ്ഞു വരും. അതാണ് പല സ്ഥലത്തും കാണാറുള്ളത്. പിന്നെ ഭയങ്കര ഒച്ചയും ബഹളും, പള്ളിക്ക് ഭയങ്കര ചെറിയും കച്ചവടങ്ങളും ഇടപാടും ഏർപ്പാടും ഒക്കെ ആയിട്ട് മാറുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അതുണ്ടായിക്കൂടാ. പള്ളിക്കൊരു ബഹുമാനമുണ്ട്. പള്ളി കച്ചവടം ചെയ്താൽ ആ കച്ചവടത്തിൽ ലാഭമില്ലാതിരിക്കാൻ ദുആ ചെയ്യണമെന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. കളഞ്ഞുപോയ വസ്തു അന്വേഷിക്കാൻ പോലും പാടില്ല പള്ളിയിൽ. ദുന്യവിയായ സംസാരങ്ങൾ പള്ളിയിൽ പാടില്ല, ഉറക്കെ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ കാണാൻ കഴിയും. അതൊക്കെ ശ്രദ്ധിക്കാൻ നമുക്ക് പ്രത്യേകമായ ബാധ്യതയുണ്ട്. 10 ദിവസം ഇവിടെ കൂടുമ്പോൾ തീർച്ചയായും പള്ളിയുടെ എല്ലാ ഹുർമത്തും നമ്മൾ കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. വൃത്തി നമ്മൾ നിലർത്തുക. നമ്മളെക്കൊണ്ട് പള്ളിക്കൊരു ഹുർമത്ത് നഷ്ടപ്പെടാൻ പാടില്ല. അവിടെ ഒരു അനാവശ്യമായ സംസാരങ്ങൾ പോലും പാടില്ല. നമ്മളെ ബെഡ്ഷീറ്റ്, നമ്മളെ തലയിണമൊക്കെ അലക്ഷ്യമായി അവിടെയും ഇവിടെ ഇട്ട് പള്ളിൻ്റെ എല്ലാ ഒരു വക്കാറും എല്ലാ ഗൗരവവും നഷ്ടപ്പെടുന്ന രീതിയിൽ ആയിക്കൂടാ. കുട്ടികളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പള്ളിയിൽ വരുമ്പോൾ പാലിക്കേണ്ട എല്ലാ മര്യാദകളും, പ്രത്യേകിച്ച് നമ്മൾ ഇഫ്ത കുട്ടികളടക്കം ഇവിടെ ഉണ്ട്, നിങ്ങളൊക്കെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പള്ളിക്കൊരു ബഹുമാനമുണ്ട്. പള്ളിയിൽ കയറിയാൽ നിങ്ങൾ ആ ബഹുമാനം നിലനിർത്തുക. പിന്നെ അവിടെ വർത്താനം പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിയും കളിച്ചും നിസ്കാരത്തിൽ വരെ അറിയാത്തതുകൊണ്ടായിരിക്കാം ചില കുട്ടികളൊക്കെ അങ്ങനെ ഒരു ഗൗരവം കാണാതൊക്കെ ചിലപ്പോൾ ചെയ്യലുണ്ട്. നിങ്ങളെ പറ്റിയല്ല, അല്ലാത്ത കുട്ടികളൊക്കെ. അപ്പോൾ ആ കാര്യമൊക്കെ പ്രത്യേകം നിങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്.
പരമാവധി നമ്മൾ ഇബാദത്തുകളിൽ മുഴുകുക, ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക. കുറച്ച് സമയമെങ്കിലും നമ്മളും അള്ളാഹും സ്വകാര്യമായി ചില മുനാജാത്തുകൾ, രഹസ്യ സംഭാഷണങ്ങൾ നടക്കണം. ആരുമില്ലാതെ ഒറ്റയ്ക്ക് പോയി സുജൂദ് കിടന്നുവോ അല്ലെങ്കിൽ അപ്പുറത്തെവിടെയും പോയി ഇരുന്നോ ഉദുണ്ടാക്കി ഒന്ന് പടച്ച റബ്ബിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ, നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ, ജീവിതത്തിലെ കഴിഞ്ഞ കാലത്തെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അവിടെയൊക്കെ ചെയ്തു പോയ ഒരുപാട് തിന്മകൾ ജീവിതത്തിലുണ്ടാകും. ഒന്നും അറിയാത്ത കാലത്തൊക്കെ ഒരു പക്ഷേ പലതും അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ഓർത്ത് പടച്ച റബ്ബിന് മുമ്പിൽ എല്ലാം തുറന്നു പറഞ്ഞ് റബ്ബിനോട് മാപ്പ് ചോദിക്കാൻ പറ്റിയിട്ടുന്നില്ല സമയമാണ്. പാപങ്ങൾ പൊറുക്കാൻ ഇതിനേക്കാളും നല്ല സമയം നമുക്ക് വേറെ ഇല്ല. വിശിഷ്യ ഒറ്റയായ രാവുകൾ, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാണ് 10 ദിവസം. അതിൽ ഒറ്റയായ രാവുകൾ പ്രത്യേകിച്ചും നബി ഞങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കണം. അവസാന ദിവസങ്ങളിലെ ഒറ്റയായ രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കണം എന്ന് നബി ഞങ്ങൾ പ്രത്യേകമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദ്റിൽ ഈമാനോടെ, ഇഹ്തിസാബോടെ, വിശ്വാസത്തോടെ, പ്രതിഫലേച്ഛയോടെ വല്ലോണം നിസ്കരിക്കുന്നുവെങ്കിൽ കഴിഞ്ഞകാല പാപങ്ങൾ മുഴുവനും അവൻ്റേത് പൊറുക്കപ്പെടും. പൊറുക്കപ്പെട്ടു എന്നാ ഗുഫിറ, പൊറുക്കപ്പെട്ടു എന്ന് ഭൂതകാലക്രിയയാണ്, അഥവാ പൊറുക്കപ്പെടും. അത്രയും ഉറപ്പാണ്, സംശയിക്കാനില്ല എന്നർത്ഥം. അപ്പം അതിന് പറ്റിയ ദിവസം ഇപ്പം ഇന്ന് 21 രാവാണ്, ഒറ്റയായ രാവാണ്. ലൈലത്തുൽ ഖദ്ർ ആവാൻ സാധ്യതയുള്ള ദിവസങ്ങളിൽപ്പെട്ട ദിവസമാണ് 21 രാവ്. അതൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ഓരോ കൊല്ലവും ലൈലത്തുൽ ഖദ്ർ മാറി മാറി വന്നേക്കാം. എന്നും ഒരേ ദിവസം ആകണം എന്നില്ല. ചിലപ്പോൾ 21 ആവും, ചിലപ്പോൾ 23 ആവും, അങ്ങനെ മാറാം. ഓരോ വർഷവും മാറി മാറി വരുന്നതിന് വിരോധമൊന്നുമില്ല. അള്ളാഹു തആല ഈ കൊല്ലം ഏത് ദിവസം തീരുമാനിച്ചതെന്ന് അള്ളാഹ്ക്കേ അറിയുള്ളൂ. ഖുർആൻ ഇറങ്ങിയത് ഒരു ദിവസമാണ്, ആ കൊല്ലം അന്നായിരുന്നു ലൈലത്തുൽ ഖദ്ർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞ ഖുർആൻ ഇറക്കിയ മാസം, അന്ന് അക്കൊല്ലം അതാണ് ലൈലത്തുൽ ഖദ്ർ. അടുത്ത കൊല്ലം അള്ളാഹു തആല നിശ്ചയിക്കുന്ന മറ്റു ദിവസമായിരിക്കാം. അത് ഓരോ വർഷവും മാറി മാറി വരുന്നതിനും വിരോധമൊന്നുമില്ല. അതുകൊണ്ട് ഏത് ദിവസം നമുക്കറിയില്ല. 21 രാവാകാം, 23 ആവാം, 25 ആവാം, 27 ആവാം, 29 ആവാം. ഒറ്റയായ രാവുകൾ നിങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് അല്ലാഹു റസൂൽ മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കാം. ഇനി അതോടൊപ്പം നമ്മൾ പള്ളി വന്ന് കൂടുമ്പോൾ വേറെ കുറേ നന്മകൾ ഇതിനെ കൂടെ കിട്ടിപ്പോണുണ്ട് നമുക്ക്. ഇതല്ലാത്ത അഡീഷണലായി കുറേ നന്മകൾ, ഉദാഹരണമായി നമ്മൾ പള്ളിയിൽ തന്നെയാണ്, ഖൽബ് പള്ളിയുമായി ബന്ധപ്പെട്ടാൽ അർശിൻ്റെ തണലുണ്ട് നാളെ. പുറജുനും കൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്. 7 വിഭാഗം ആളുകൾക്ക് നാളെ മഹ്ശറിൽ അല്ലാഹു തആല പ്രത്യേകമായി തണൽ കൊടുക്കും. അതിൽ ഒരു വിഭാഗം പറഞ്ഞത് ഖൽബ് പള്ളിയുമായി ബന്ധപ്പെട്ട ഒരാൾ. അപ്പോൾ അത് ശീലിപ്പിക്കാൻ നമുക്ക് പറ്റിയ സമയമാണ്. 10 ദിവസം പള്ളി നിൽക്കുമ്പോൾ പള്ളിയുടെ എല്ലാ കാര്യത്തിലും ഇടപെട്ടു, പള്ളിയെപ്പറ്റി നോക്കി, പള്ളി വൃത്തിയായി ശ്രദ്ധിച്ചു, പള്ളിയുടെ കാര്യങ്ങൾ നോക്കി നടത്തി. അങ്ങനെ പള്ളിയുമായി വല്ലാത്തൊരു ബന്ധം, ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ജീവിതത്തിലേക്ക് എന്ന് നമുക്ക് നിലനിർത്തി പോകാൻ പറ്റും. അത് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു അധിക ലാഭമാണ്. അതേപോലെ നിസ്കാരം കാത്തിരിക്കുമ്പോഴെല്ലാം നിസ്കാരത്തിരിക്കുന്ന അതേ പ്രതിഫലമാണ് എന്നാണ്. ലാ യസാലു അഹദുക്കും ഫീ മുസല്ലാഹു മാ ദാമത്തിസ് സ്വലാത്തു തഹ്ബിസുഹു. നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാലത്തോളം നിങ്ങൾ നിസ്കാരത്തിൽ തന്നെയാണ്. നമ്മളിങ്ങനെ ബാങ്കിന് വേണ്ടി കാത്തിരിക്കുന്നു, ഇഖാമത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, നമുക്ക് വേറെ പണിയില്ലല്ലോ. അപ്പം ആ സമയമൊക്കെ നിസ്കരിച്ചു കൊണ്ടിരിക്കണ അതേ കൂലി കിട്ടും. നിസ്കാരം കഴിഞ്ഞു, നമ്മൾ ആ പള്ളിയിൽ തന്നെ കൂടുന്നു, അവിടെയും നിസ്കാരത്തിലുള്ള അതേ പ്രതിഫലം നമുക്ക് ലഭിക്കും. നിസ്കാരം കഴിഞ്ഞ് ഒതു മുറിയാത്ത കാലത്തോളം, നിസ്കാര ശേഷം ഒരാൾ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുന്നു, സ്ഥലത്ത് തന്നെ ആ സ്വപ്നം തന്നെ ഇരിക്കണമെന്നില്ല. പള്ളി നിസ്കരിച്ചു, ആ പള്ളിയിൽ എവിടെ ഇരുന്നാലും മതി. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹിയൊക്കെ ആ ഹദീസ് വിശദീകരിച്ച് കാണാൻ കഴിയും. അപ്പം ആ സമയത്തും അയാൾക്ക് മലക്കുകളുടെ പ്രാർത്ഥനയുണ്ട്. നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ പോകാതെ അവിടെ തന്നെ അയാൾ കൂടുന്നുവെങ്കിൽ മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ റഹ്മഹു, റബ്ബേ നീ പുറത്തു കൊടുക്കണേ, നീ റഹ്മത്ത് ചൊരിയണേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ് വുദു മുറിയുന്നത് വരെ. വുദു മുറിഞ്ഞാൽ അത് അവസാനിച്ചു. അപ്പം നമുക്കത് കിട്ടുന്ന ഒരു ലാഭമാണ്. പ്രത്യേകിച്ചും അധികം വേറെ പണി കൊടുക്കാതെ തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രതിഫലമാണ് ഇത്തരം പ്രതിഫലങ്ങളൊക്കെ. അപ്പം അതൊക്കെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിച്ചാൽ ഇതിന് കൂടെ അധികമായി നേടാവുന്ന നേട്ടങ്ങളാണ് ഇത്തരം നേട്ടങ്ങളൊക്കെ. പിന്നെ ഖുർആൻ പാരായണം ഒരു അക്ഷരം മുതൽ 10 ഇരട്ടി പുണ്യമാണ്. അത് സാധാരണ ദിവസങ്ങൾ റമദാനാകുമ്പോൾ കൂടും, അവസാനത്തെ 10 കൂടും. അതേപോലെ റബ്ബ് തീരുമാനിക്കുന്ന ആളുകൾക്ക് അധികമായി അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് ചെയ്യാം. ദിക്റുകൾ, ദുആകൾ, തസ്ബീഹുകൾ, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാം. ഒരു സ്വലാത്തിന് 10 ഇരട്ടി പുണ്യമുണ്ട്. ഓരോ ദിക്റും വലിയ വലിയ മഹത്വമുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതൊക്കെ വലിയ പുണ്യമുള്ള ദിക്റുകളാണ്.
സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വലിയ മഹത്വമുള്ള പ്രതിഫലമുള്ള ദിക്റാണ്. അസ്തഗ്ഫിറുല്ലാഹ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കൽ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതൊക്കെ വലിയ പുണ്യമുള്ള മഹത്വമുള്ള കാര്യങ്ങളാണ്. പിന്നെ പരസ്പരം സഹായിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും പറ്റിയ അവസരങ്ങളാണ്. മറ്റുള്ള ആൾക്ക് വേണ്ട ചില ഖിദ്മത്തുകൾ ചെയ്തു കൊടുക്കുക, മറ്റുള്ള ആൾക്ക് വേണ്ട നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ ഇതിനെ കൂടെ കിട്ടുന്ന ഖൈറുകളാണ്. അതൊക്കെ പ്രത്യേകമായി ഉപയോഗപ്പെടുത്തുക. സ്വഫ് ക്രമീകരിക്കുക പ്രധാനമാണ്. സ്വഫിന് വലിയ മഹത്വമുണ്ട്. നമ്മളെല്ലാ വർഷവും അത് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ച് ഒരു 10 ദിവസം 50 വക്ത് ജമാഅത്ത് നമ്മൾ മുടങ്ങാതെ കൂടി സ്വഫൊക്കെ ശരിയാക്കി നിസ്കരിച്ചാൽ ശീലിച്ചാൽ അത് നമുക്ക് പിന്നീട് മുന്നോട്ടുള്ള ജീവിതത്തിലും അത് വലിയ ഒരു ശീലമായി മാറും. ഏതായിരുന്നാലും എല്ലാ ആളുകളും ഉണ്ടെങ്കിലും കൂട്ടത്തിലാണെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടവരായിട്ട് സമയം ഉണ്ടാകുന്ന അർത്ഥം. നമ്മളിവിടെ ഒരു ഗരീബാണ്, ഒരു അപരിചിതൻ, പടച്ചറബുമായി മാത്രം ബന്ധം സ്ഥാപിക്കുന്ന ചില സമയങ്ങളെങ്കിലും നമ്മൾ അങ്ങനെയായി മാറണം. എല്ലാവരും ഉണ്ട്, കൂട്ടത്തിലാണ്. എന്നാൽ കൂട്ടത്തിലും ഒറ്റപ്പെടുന്നതിലോ കൂട്ടത്തിലും ഒറ്റപ്പെടാം. നമ്മൾ ഈ ഫോണുമ്പോൾ കളിക്കുകയാണോ, 4 ഫോണും കൊണ്ടിരുന്നാൽ 4 ആളുണ്ടെങ്കിലും ഒറ്റക്കായിരിക്കും. അവിടെ ആർക്കാർ വന്നാലും പോയാലും എന്തായാലും ഇപ്പോൾ അറിയില്ല, ചിലപ്പോൾ ഓൻ്റെ ലോകത്താണ് എന്ന പോലെ നമ്മൾ റബ്ബും അങ്ങനത്തെ ഒരു ലോകം നമുക്കിവിടെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും സ്ഥലം നമ്മൾ നിശ്ചയിക്കുന്നു, അവിടെ പോയിരിക്കുന്നു, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മൾ നിൽക്കുന്നത്, നമ്മൾ ദുആകൾ, നമ്മൾ തസ്ബീഹുകളായിട്ട് അവിടെ മുഴുകുന്നു. നമ്മൾ റബ്ബും മാത്രമുള്ള ഒരു ലോകം. ബാക്കി അവിടെ എന്തൊക്കെ നടന്നോട്ടെ, നമ്മളെ ബാധിക്കുന്നില്ല. എന്നാൽ അല്ലാത്ത കുറച്ച് സമയം ഉണ്ടാവും. ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും പരിചയപ്പെടാം, സ്കേക്കാൻ നിൽക്കുമ്പോൾ എല്ലാവരും ഒപ്പം ഉണ്ടാകും. അതേപോലെ ഇങ്ങനത്തെ ക്ലാസ് എല്ലാവരും ഒന്നിച്ചുണ്ടാകും, അതൊക്കെ ആയിക്കോട്ടെ. അതല്ലാത്ത സമയങ്ങളിൽ ഞാനും എൻ്റെ റബ്ബും മാത്രമുള്ള ഒരു ഖൽവത്ത്, ഒരു ഏകാന്തത ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഏതെന്നാലും സാധിക്കണം. പിന്നെ ഭക്ഷണം അതേപോലെ കാര്യങ്ങളൊക്കെ നമ്മൾ ആവശ്യത്തിന് കുറക്കുകയാണ് നല്ലത്. ജാമ്യക്ക് ലാഭം ഉണ്ടാകാൻ വേണ്ടിയില്ല, നിങ്ങൾ എത്ര കഴിച്ചോ അത്ര സന്തോഷമാണ്, അതിന് വേണ്ടി പറയില്ല. പക്ഷെ നമ്മുടെ സ്വന്തം കാര്യത്തിലെടുക്കുമ്പോൾ പൊതുവേ നോമ്പിൽ ഭക്ഷണം കൊടുക്കുകയാണ് വേണ്ടത്, ഇത്തികാഫിൽ പ്രത്യേകിച്ചു. ഇതൊക്കെ ഇബാദത്തിന് തടസ്സമാണ്, ഇബാദാത്തുകൾക്ക് തടസ്സമാണ്. വയറ് നിറയും തോറും റബ്ബിലേക്ക് അടുക്കാനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ദവാഉ ഖൽബ്, ഖൽബിൻ്റെ ചികിത്സകൾ, ദവാഉ ഖൽബിന് ഖംസത്തും ഫതിലാബത്തും ബിതദബ്ബുരിൽ മഅന വബത്നിൻ ഖലാ എന്നാണല്ലോ. ഖൽബിൻ്റെ ദവാ, ഖൽബിൻ്റെ ചികിത്സ 5 കാര്യം. അതിൽപ്പെട്ട ഒന്നാണ് ബത്നിൻ ഖലാ, ഖാലിയായ വയർ. ഭക്ഷണം എത്ര കുറയുന്നുവോ അത്രയും ഖൽബ് ശുദ്ധിയായി കിട്ടും. ഖൽബ് എപ്പോഴും ശുദ്ധിയാക്കി നിർത്തുക, അതിന് ഭക്ഷണത്തിന് വലിയ പങ്കുണ്ട്. നിറഞ്ഞ വയറിൽ ഖൽബിനത്ര സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ആവശ്യമുള്ളത് അത്യാവശ്യമായി കഴിക്കാം, നമ്മൾ നോമ്പ് നിലക്കണം, നമ്മുടെ ഇബാദത്ത് നടക്കണം, നമുക്ക് സ്വസ്ഥമായി റാഹത്തോടെ ജീവിക്കണം, അതിന് ആവശ്യമായി കഴിക്കാം. പക്ഷെ എന്നാലും ഭയങ്കരമായി വാരി വലിച്ച് പിന്നെ വന്ന് ഒറ്റക്കെടുത്തം കിടന്ന് പിന്നെ ഒന്നും അറിയണില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ അല്ല വേണ്ടത്. നമ്മൾ ഇവിടേക്ക് വന്നത് സമാധാനിച്ച് കിടന്നുറങ്ങാനല്ല, പള്ളിക്ക് പോണത് സമാധാനമായി കിടന്നുറങ്ങാനല്ല. ഒരു 10 ദിവസം അവിടെ പോയിട്ട് വേണം ഒന്ന് നന്നായിട്ട് ഉറങ്ങാനാണെങ്കിൽ അത് കിട്ടിക്കോളും, ആ ഉറക്കം കിട്ടും. എന്നല്ലാതെ നമുക്ക് വേറെ കുറേ ഖൈറുകൾ നഷ്ടപ്പെട്ടു പോകും. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാം. അതേപോലെ ജീവിതത്തിൽ ശീലിച്ച് വന്ന കുറേ ദുശ്ശീലങ്ങളുണ്ടാവും, അതൊക്കെ നമ്മൾ ഒഴിവാക്കാൻ കൂടി ഈ ദിവസങ്ങളിൽ ബോധപൂർവം ശ്രമങ്ങൾ നടത്തും. ദേഷ്യം പിടിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും, അതേപോലെ ചിലതൊന്നും പറ്റാത്ത ആളുകൾ, കൂട്ടത്തിൽ കൂടാത്ത ആളുകൾ, ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഈ ദിവസങ്ങളിൽ. അതിന് പറ്റിയ സമയമാണ്. ചില ആൾക്ക് ഇന്നേ കാണുമ്പോഴേക്കും ഭയങ്കര ദേഷ്യപ്പെടും. നബി ഞങ്ങളെ കുറേ തർബിയത്ത് നമുക്ക് കാണാൻ പറ്റും. നബിയുടെ പള്ളി വന്ന് അറാബി മൂത്രമൊഴിച്ചു, എല്ലാവരും കൂടെ ചാടി അയാളെ നിരക്കി. നബി നിൽക്കാവും, ഏതായാലും ഒഴിച്ചില്ലേ, ഫുള്ള് ഒഴിച്ചോട്ടെ, ഏതായാലും മൂത്രമൊഴിച്ചല്ലോ, ഫുള്ള് ഒഴിക്കട്ടെ. ഒഴിച്ച് കഴിഞ്ഞിട്ട് നബി പറഞ്ഞു ഒരു പാത്രം വെള്ളം കൊണ്ടുവരാണ്. വെള്ളം കൊണ്ടുവന്ന് അവിടെ ഒഴിക്കാൻ ഒഴിച്ചു. എന്നിട്ട് ആ അറാബിനെ വിളിച്ചു, ഇവിടെ പറഞ്ഞു, എടാ പള്ളി ഇതിനുള്ളതല്ല, പള്ളി ഖുർആൻ ഓതാനും നിസ്കരിക്കാനും ദ്വാരക്കാനൊക്കെ ഉള്ളതല്ലേ, അത് ഇതിനുള്ളതല്ലല്ലോ, ഈ വക സംഗതിക്ക് പറ്റൂല. ഓന് മനസ്സിലായി, അയാൾക്കിത് അറിയില്ല. അയാൾ അറാബിയാണ്, ഗ്രാമീണവാസിയാണ്, അയാൾക്കിത് പള്ളിൻ്റെ ഇതൊന്നും അറിയില്ല. അതാണ് നബിയുടെ ഒരു തർബിയത്ത്. അപ്പം നമുക്ക് ശീലിച്ചെടുക്കാൻ പറ്റും. ചില കുട്ടികൾ വരുമ്പോൾ ഇഷ്ടപ്പെടില്ല, കുട്ടികൾ അങ്ങോട്ട് കൊണ്ട് പോകണം ഇഷ്ടപ്പെടില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഭയങ്കര ചൂടാകുക, ആ ചൂടൊക്കെ കുറക്കാൻ ഈ 10 ദിവസം കൊണ്ട് ട്രെയിനിങ് ആയിക്കോട്ടെ. അതേപോലെ ഇന്ന ഭക്ഷണമേ പറ്റുള്ളൂ എന്ന് വാശിയുള്ള മനുഷ്യന്മാരുണ്ടാവും, എനിക്ക് ഇന്ന ഭക്ഷണം ഞാൻ കഴിക്കാൻ പറ്റൂല. അപ്പം അതൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കാൻ ഈ ദിവസങ്ങൾ പറ്റും. 10 ദിവസം കൊണ്ട് നമ്മൾ പുതിയ ആളായി മാറുന്നെത്തും, ഒരു പുതിയ ആൾ, ഒരു പുതിയ ജീവിതം അത് കിട്ടണം. ഇത് കഴിഞ്ഞാണ്ട് പോകുമ്പോൾ അൽഹംദുലില്ലാ കുറേ മാറ്റങ്ങൾ വന്നു, സ്വഭാവമൊക്കെ മാറി, ഒരുപാട് ഖൈറായി, ഒരുപാട് നന്മകൾ പഠിച്ചു, ഒരു പുതിയ ജീവിതം തുടങ്ങിയിട്ട് ഇവിടുന്നാണ്ട് ഇറങ്ങാൻ പറ്റിയാൽ അൽഹംദുലില്ലാ നമുക്കത് ലാഭമാണ്. ഇവിടെ അൽഹംദുലില്ലാ എല്ലാ സൗകര്യം ഉണ്ടാവും. നിങ്ങൾക്ക് ഏത് ഭക്ഷണം പറ്റൂല അവിടെ പറഞ്ഞാൽ മതി, പകരം സംവിധാനം ഉണ്ടാക്കുമ്പോൾ സിസ്റ്റം ഉണ്ട്. അത് ജാമ്യൻ്റെ
ഗസ്റ്റുകൾ എന്നുള്ളതൊക്കെ ആതിഥേയരായ ഞങ്ങളുടെ ബാധ്യതയാണ് അതിലേക്ക് വേണ്ട ചെയ്തു കൊടുക്കുന്നത്. അത് നമ്മൾ ചെയ്യും. അത് നിങ്ങൾക്ക് ധൈര്യമായി ഉപയോഗപ്പെടുത്താം. ഒരു വസ്തുവില്ല. ചില ആൾക്കൊക്കെ ചില അത്യാവശ്യമൊക്കെ ഉണ്ടാവും. ചൂടുവെള്ളം വേണം, തണുത്ത വെള്ളം വേണം, അല്ലെങ്കിൽ ചായ നിർബന്ധമാണ്, അല്ലെങ്കിൽ അയാൾക്ക് പാൽ ചായ വേണം, അല്ലെങ്കിൽ ഇന്ന സംഗതികൾ പറ്റൂല. അതൊക്കെ ചില ആൾക്ക് ഉണ്ടാവാം. ചില അസുഖത്തിൻ്റെ ഭാഗമായോ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. എരിവ് പറ്റാത്ത ആളുകൾ, പുളി പറ്റാത്ത ആൾക്ക് ഉണ്ടാവും. ആയിക്കോട്ടെ, അവിടെ കൗണ്ടറിൽ പറഞ്ഞാൽ മതി, ഒരു വസ്തുവില്ല. കൗണ്ടറിൽ പറഞ്ഞാൽ ഓരോന്നിനും പ്രത്യേകം ചുമതല കൊടുത്തിട്ടുണ്ട്. ഭക്ഷണത്തിന് പ്രത്യേക ചാർജ് ഉണ്ട്, മറ്റു കാര്യങ്ങൾ ചാർജ് ഉണ്ട്. നിങ്ങൾ ആ കൗണ്ടറിൽ പോയിട്ട് സ്വകാര്യ വിഷയം പറഞ്ഞു കൊടുത്താൽ മതി. അതോട് നോട്ട് ചെയ്യും. അത് എത്രയും വേഗം അത് പരിഹരിക്കാനുള്ള പണി നിങ്ങൾക്ക് ചെയ്തു തരികയും ചെയ്യും. മാക്സിമം അതിനോട് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. എല്ലാ ദിവസവും അതുമായി ബന്ധപ്പെട്ട അവലോകന മീറ്റുകൾ നടത്തുന്നുണ്ട്. അതിൽ ചർച്ച ചെയ്യും. എന്തൊക്കെയാണോ വന്നത് അത് അപ്പക്കപ്പടെ പരിഹരിക്കാൻ വേണ്ട ഏർപ്പാടുകൾ നമ്മൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ ജാമ്യയുടെ അതിഥികൾ നിലയ്ക്ക് അത് നിങ്ങൾക്ക് ചെയ്യാം. എന്നാൽ വിശ്വാസികൾ, റബ്ബിലേക്ക് അടുക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് നോക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ സംസാരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് ഈ ഒരു അവസരത്തെ മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തും. നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവസരമായി കാണുക. ജീവിതത്തിൻ്റെ അർത്ഥമെല്ലാം നമ്മൾ ഉണ്ടാവും, നമുക്കറിയില്ലല്ലോ. കഴിഞ്ഞ നമ്മൾ ഉണ്ടായി, അല്ലെങ്കിൽ ഈ വർഷം നമ്മൾ ഉണ്ടായി. ഇതിനിടയിൽ എത്രയോ മനുഷ്യന്മാർ നമ്മളിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോയ ആളുകളുണ്ട്. നമ്മളെ കൂടെ ഇത്തിലാഫ് ഉണ്ടായിരുന്ന ആളുകൾ പോലും, മുൻ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ പലരും ഇന്ന് നമ്മളെ കൂടെ ഇല്ല. മരിച്ചുപോയ ആളുകൾ, നമ്മളെ വീട്ടിൽ തങ്ങളടക്കമുള്ള ആളുകൾ ഇവിടെ നമ്മളെ ഇത്തികാഫിൽ സജീവ സാന്നിധ്യമായി എപ്പോഴും വിഭാഗത്തിൽ മുഴുകി എല്ലാ നന്മയിലും ഭാഗവാക്കായി നമുക്കൊക്കെ ഖുർആൻ പഠിപ്പിക്കാൻ, തജ്വീദ് പഠിപ്പിക്കാൻ ആവേശപൂർവ്വം നിന്ന നമ്മുടെ കുട്ടികൾക്കടക്കം ശരിക്കും തർബിയത്ത് കൊടുത്തിരുന്ന നമ്മുടെ തങ്ങൾ, അദ്ദേഹം കഴിഞ്ഞ വർഷം ഇല്ല, അതിന് മുമ്പ് അദ്ദേഹം വഫാത്തായി. റബ്ബ് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ പല ആളുകളും, പല പള്ളിയിലുണ്ടായിരുന്ന ആളുകളും അവരൊക്കെ പലരും അങ്ങനെ മരണപ്പെട്ടു പോയി. നമ്മൾ പണ്ഡിതന്മാർ പലരും, പ്രവർത്തന്മാർ പലരും ഒക്കെ മരിച്ചു പോയ ധാരാളം ആളുകളുണ്ട്. അവർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്ത് പശ്ചിമേഷ്യയിലൊക്കെ നടക്കുന്ന ഈ പ്രയാസങ്ങൾ നമുക്കെല്ലാം അറിയാം. നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ വലിയ വിഷമത്തിലും പ്രയാസത്തിലും വല്ലാത്ത അസ്വസ്ഥതയുമാണ് അവരൊക്കെ കഴിഞ്ഞുകൂടുന്നത്. ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കി വെച്ച സമ്പാദ്യങ്ങൾ എല്ലാം തകർന്നു പോകാൻ നിമിഷങ്ങൾ മതി എന്ന ഘട്ടമടമ്പ് അവർക്കെല്ലാം ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ അവരൊക്കെ പ്രത്യേകമായി ഓർക്കുക. ലോകത്തെ വ്യത്യസ്ത ഭാഗത്ത് പ്രയാസപ്പെടുന്ന ധാരാളം മനുഷ്യന്മാർ, ഒരുപാട് വിശ്വാസികൾ, അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യാൻ നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം. റബ്ബ് എല്ലാ പരീക്ഷകളിൽ നിന്നും താങ്ങാൻ കഴിയാത്ത വിഷമങ്ങളിൽ നിന്നും റബ്ബ് നമ്മെ എല്ലാം, നമ്മുടെ നാടിനെയും ലോകത്തുള്ള മൊത്തം മുസ്ലിമീങ്ങളെയും റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാത്തിൽ നിന്നും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഏതായിരുന്നാലും പരമാവധി ഒരു നന്മയുടെ അവസരമായി കണ്ട് നന്മകൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ ഈ അവസരത്തെ പ്രത്യേകമായി ഉപയോഗപ്പെടുത്തണം എന്ന് എന്നെയും നിങ്ങളെയും ഒക്കെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിലും കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ധാരാളം ക്ലാസ് തൊട്ട് ഉണ്ടാവുകയുമില്ല. നമ്മുടെ വിഭാഗത്തിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, കുറേ ക്ലാസ്സുകളല്ല. മുൻഗാമികളൊക്കെ പൊതുവെ ക്ലാസ്സുകൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. ഈ അവസാന 10 ഇത്തികാഫിലൊക്കെ അവരെ സംബന്ധിച്ച് കൊല്ലം മുഴുവനും ദീന് പഠിക്കലാണ്. ഈ 10 ദിവസം അതൊക്കെ ഒഴിവാക്കി വിഭാഗത്തിന് മാറിയിരിക്കലാണ്. നമ്മളെല്ലാത്തിനും കൂടെ ആകെ 10 ദിവസമേ ഉള്ളൂ. ബാക്കി 354 ദിവസം നമ്മൾ ദുനിയാവിൻ്റെ പിന്നാലെയാണ്. അപ്പം നമുക്ക് ആകെ 10 ദിവസം നമ്മൾ ഒരു വർഷത്തിൽ ഇതിന് വേണ്ടി ഇരിക്കുന്നത്. അപ്പം അത് നമ്മൾ രണ്ടും കൂടെ ജമ്മ ചെയ്ത് പോകാം. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു സമാധാനം. അപ്പോൾ കുറച്ച് ക്ലാസ്സുകൾ രാവിലെ ചെറിയ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ തജ്വീദുമായി ബന്ധപ്പെട്ട ചെറിയ ക്ലാസ്സുകൾ ആവശ്യമുള്ളവർക്ക് ഇരുന്നാൽ മതി. എല്ലാ ക്ലാസ്സും എല്ലാവരും ഇരിക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഭാഗത്തുമായി കൂടാം, ഒരു വിരോധവുമില്ല. തജ്വീദ് ക്ലാസ്സുകൾ രാവിലെ ഉണ്ടാവും. അതേപോലെ പിന്നെ അസറിന് ശേഷം ക്ലാസ് ഉണ്ട്. മറ്റു ളുഹറിനൊക്കെ ചെറിയ ക്ലാസ് ഉണ്ടാവും. ഒരു 5-10 മിനിറ്റുള്ള ക്ലാസ്സുകൾ എല്ലാ വക്തിലും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ആ നിലയ്ക്ക് നടക്കും. നമുക്ക് സമയം നഷ്ടപ്പെടാത്ത രൂപത്തിൽ അസറിന് ശേഷം സ്ഥിരമായി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പോലെ മറാഖിൽ വഹി എന്ന നിലയ്ക്കുള്ള ക്ലാസ് എല്ലാ വർഷം അസറിന് ശേഷം ഉണ്ടാവും. അതുപോലെ തറാവീഹിന് ശേഷം നമ്മൾ ക്ലാസ്സുകൾ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം എടുത്ത ക്ലാസ്സാണ് ഉസൂൽ ദഅവത്തി സലഫിയ്യ, സലഫി ദഅവത്തിൻ്റെ അടിസ്ഥാനങ്ങൾ. ആ കിതാബ് പൂർത്തിയാക്കിയിട്ടില്ല, പകുതിയാക്കി വെച്ചതാണ്. ആ ബാക്കി പകുതി ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ പ്രാവശ്യം എടുക്കാം. അതുപോലെ ഖവായിദുൽ ഫിഖ്ഹിയ്യ, കർമ്മശാസ്ത്ര അടിസ്ഥാന തത്വങ്ങൾ വനിതാ ക്യാമ്പസ് കഴിഞ്ഞ വർഷം തുടങ്ങിയിരുന്നു. അത് പൂർത്തിയായിട്ടില്ല. അതിൻ്റെ ബാക്കി പ്രാവശ്യം അസറിന് ശേഷം അവിടെയും എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു ദിവസം നമുക്ക് തസ്കിയ ക്ലാസ്, ഈ ദിവസങ്ങളിൽ ഒരു ദിവസം രാത്രി തസ്കിയത്ത്, നമ്മുടെ ഒരു തഖ്വ കൂടാനും ഈമാൻ കൂടാനും ഒക്കെ പറ്റുന്ന രൂപത്തിലുള്ള ഒരു തസ്കിയത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ എല്ലാ വക്തിനും ശേഷം ഒരു 5-10 മിനിറ്റ് നമ്മുടെ കുട്ടികളൊക്കെ മാറി ഒരു ഹദീസോ ഒരു എന്തെങ്കിലുമൊക്കെ ഫവായിദ്, അഖീദയുമായി ബന്ധപ്പെട്ട ഫിഖ്ഹുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾ ഇവിടെ വിശദീകരിക്കും. താല്പര്യമുള്ളവർക്ക് ഉപയോഗപ്പെടുത്താം, ഇല്ലേ വേണ്ട, കുഴപ്പമൊന്നുമില്ല. അധികം സമയം എടുക്കാത്ത രൂപത്തിൽ അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. ബാക്കി സമയങ്ങളൊക്കെ പരമാവധി നമ്മൾ വിഭാഗത്തിലേക്ക് മുഴുകാൻ ശ്രമിക്കുക. തറാവീഹ് 2 ജമാഅത്തായി നടക്കും. ഒന്ന് ഇശാക്ക് ശേഷം സാധാരണ പോലെ ജമാഅത്ത് ഉണ്ടാകും. അതിൽ കൂടാൻ ഉദ്ദേശമുള്ള ആൾക്ക് അതിൽ കൂടാം. ഇതല്ല ഒരാൾ അതിലെല്ലാം കൂടുന്നത് രാത്രി കുറച്ച് ദീർഘമായി നിസ്കരിക്കണം. എങ്ങനെ ഖിയാമുൽ ലൈൽ
രാത്രി ഒരു 2 മണിക്ക് തുടങ്ങി 4 മണിക്ക് അവസാനിക്കുന്ന രൂപത്തിൽ നമുക്ക് നിസ്കാരം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദീർഘമായി ഖുർആൻ ഓതി, ദീർഘമായി സുജൂദ് ചെയ്ത്, ദീർഘമായി റുക്കൂഇൽ ചെലവഴിച്ച്, ദീർഘമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിസ്കരിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ആ ജമാഅത്തിനെ മുന്തിക്കാം. ഏറ്റവും നല്ല സമയം ആ സമയമാണ്, ദീർഘമായ നിസ്കാരമാണ്, കുറച്ചുകൂടെ അഫ്ദൽ അതാണ്. അപ്പോൾ അതിൽ കൂടാൻ കഴിയുമെങ്കിൽ അതിനാണ് ഒന്നാം പരിഗണന. അതിന് കഴിയില്ല, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ആയിക്കോട്ടെ, അയാൾക്ക് ഈ ജമാഅത്തിൽ പങ്കെടുത്ത് ബാക്കി സമയം സ്വസ്ഥമായിരുന്നോ കിടന്നോ അയാളെ ദിക്റും ദുആയും ഖുർആനൊക്കെ അയാൾക്ക് ഇങ്ങനെ കൂടാം. ഒന്നല്ലാതെ വിശ്രമിക്കണമെങ്കിൽ വിശ്രമിക്കുകയും ചെയ്യാം. എല്ലാ ജമാഅത്തിലും പരമാവധി നമ്മൾ മസ്ബൂക്ക് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇമാം നിസ്കാരം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ തുടങ്ങലാണ് പരിപൂർണത. തക്ബീറത്തുൽ ഇഹ്റാമിൽ ഇമാമിൻ്റെ കൂടെ ഉണ്ടാവുക. ഇമാം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി കൈ കെട്ടിയാൽ തൊട്ടുടനെ നമ്മളും നിസ്കാരത്തിൽ പ്രവേശിക്കുക. അതാണ് പരിപൂർണമായ ജമാഅത്ത്. 27 ഇരട്ടി കൂലി അതിനെ കിട്ടുകയുള്ളൂ. 1 റക്അത്ത് കഴിഞ്ഞ് 2 റക്അത്ത് കഴിഞ്ഞ് അത്തഹിയ്യാത്തിലൊക്കെ വന്നിരുന്നാൽ ലേശന്തേം കിട്ടുന്നല്ലാതെ മുഴുവൻ കൂലി കിട്ടില്ല. മുഴുവൻ കൂലി കിട്ടണമെങ്കിൽ നേരത്തെ wudu ചെയ്ത് പള്ളിയിൽ വന്ന് നിസ്കാരം കാത്തിരുന്ന് സുന്നത്തുകൾ നിസ്കരിച്ച് ഇമാം വരുന്നവരെ വെയിറ്റ് ചെയ്ത് ഇമാം നിസ്കാരം ആരംഭിക്കുമ്പോൾ കൂടെ തന്നെ നിസ്കാരം ആരംഭിച്ച് ഇമാമിൻ്റെ കൂടെ പൂർണ്ണമായും നിസ്കരിക്കുക. അതാണ് പരിപൂർണമായ ജമാഅത്ത്. ഒന്നാം സ്വഫിൽ അധികം കൂലി കിട്ടും. ഇമാമിൻ്റെ വലതുഭാഗത്ത് അധികം കൂലി കിട്ടും. ഏത് സ്വഫാണെങ്കിലും വലതുഭാഗത്തിന് കൂലി ഏറെ കിട്ടും. അപ്പം പരമാവധി നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് മനസ്സ് വെക്കുക. ഒന്നാം സ്വഫിൽ തന്നെ സ്ഥിരമായി എത്തിപ്പെടാൻ ശ്രമിക്കുക. ഒന്നാം സ്വഫിൽ ലക്ഷ്യം വെച്ച് വന്നു, അവിടെ ഫുള്ളായിട്ടുണ്ട്, അപ്പം 2ാം സ്വഫിൽ നിൽക്കാം, ആയിക്കോട്ടെ, നമ്മൾ നിയ്യത്തുണ്ടായിരുന്നല്ലോ, റബ്ബത് പരിഗണിക്കാതിരിക്കില്ല. വലതുഭാഗത്ത് പ്രത്യേകം സ്ഥലം നമ്മൾ കിട്ടാൻ ശ്രമിക്കുക. അവിടെ മുണ്ട് വിരിച്ച് പോകില്ല, അത് എളുപ്പമുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. അവിടെ മുണ്ട ഉണ്ടാവുന്നതല്ല, നമുക്ക് ഉണ്ടാവുന്നില്ല. അപ്പം നമ്മൾ പരമാവധി ആ സ്ഥലം കിട്ടാൻ നേരത്തെ വരേണ്ടി വരും. അവിടെ വന്ന് കൂടുക. അത് അതിൻ്റെ സ്ഥലമാണ്, വേറെ ഇരിക്കാൻ പാടില്ല, അങ്ങനെ റിസർവേഷൻ ഇല്ല. അത് നബി വിലക്കിയ കാര്യം. പള്ളിയിൽ ഒരാളങ്ങനെ ഒരു ഒട്ടകം ഒരു സ്ഥലത്തിന് എന്നും കിടക്കണ പോലെ ഒരു സ്ഥലം പ്രത്യേകമായി അവിടെ ഒരു അവൻ്റെ ഇടമായി തിരഞ്ഞെടുക്കാൻ പറ്റൂല എന്ന് നബി തങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതില്ല. അപ്പം നമ്മൾ ആ സ്ഥലം കിട്ടണമെങ്കിൽ വേറെ ആരെയും വരുന്ന മുമ്പ് നമ്മൾ വരേണ്ടി വരും. അതാണുള്ള വഴി. അതേപോലെ ഇൽമിൻ്റെ മജീസുകൾ പരമാവധി മുന്നിലേക്ക് വരുന്തോറും കൂലി ഏറെ കിട്ടും. മുന്നിലേക്ക് എത്ര വരുന്നോ അത്രയും അതിന് പ്രതിഫലം ഏറെ കിട്ടും. ക്ലാസ്സുകളൊക്കെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക, നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അതേപോലെ എല്ലാ സുന്നത്തുകളും റവാത്തിബുകൾ, ഫർദിന് മുമ്പ് ശേഷമുള്ള സുന്നത്തുകൾ, തഹിയ്യത്തുകൾ, ഇനി അല്ലാതെയും ഒരാൾക്ക് എപ്പോഴും നിസ്കരിക്കാം. വിലക്കപ്പെട്ട സമയമല്ലാത്ത ഏത് സമയത്തും നിസ്കരിക്കാം. 3 സമയം പാടില്ല. സുബഹിക്ക് ശേഷം പാടില്ല, അസ്റിന് ശേഷം പാടില്ല, നട്ടുച്ചക്കും പാടില്ല. സൂര്യാരാധകന്മാർ സൂര്യനെ ആരാധിക്കുന്ന സമയമാണ് അത് 3. അപ്പോൾ ആ 3 സമയം നമ്മുടെ നിബിധങ്ങൾ പറഞ്ഞു നിസ്കരിക്കണ്ട. അവരുമായി ഒരു സാദൃശ്യം വരാതിരിക്കാൻ. അപ്പോൾ സുബഹിക്ക് ശേഷം നിസ്കാരമില്ല, സൂര്യ ഉദിക്കുന്നവരെ. അസ്റിന് ശേഷം നിസ്കാരമില്ല, സൂര്യ അസ്തമിക്കുന്നവരെ. നട്ടുച്ചയിൽ നിസ്കാരമില്ല, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നവരെ. തെറ്റിയാൽ പിന്നെ ളുഹറായി. അതല്ലാത്ത ഏത് സമയത്തും ഒരാൾക്ക് എത്ര നിസ്കരിക്കാം. സൂര്യൻ ഉയർന്നു കഴിഞ്ഞാൽ അയാൾക്ക് എത്ര നിസ്കരിക്കാം. അയാൾക്ക് ഏതാണ്ട് ഉച്ചവരെ നിസ്കരിക്കാം, ഒരു കുഴപ്പമില്ല. സ്വതന്ത്രമായ ഇബാദത്താണ്. ളുഹറിന് ശേഷം അസ്ർ വരെ നിസ്കരിക്കാം, മഗ്രിബിന് ശേഷം ഇശാ വരെ നിസ്കരിക്കാം, ഇശാക്ക് ശേഷം സുബഹി വരെ നിസ്കരിക്കാം, ഒരു കുഴപ്പമില്ല. എത്ര നിസ്കരിച്ചോ നല്ല കാര്യം. എപ്പോഴും ഖുർആൻ ഓതാം, എപ്പോഴും ദിക്ർ ചെല്ലാം, എപ്പോഴും ദുആ ചെയ്യാം, എപ്പോഴും സദഖ ചെയ്യാം എന്ന പോലെ എപ്പോഴും ഒരാൾക്ക് നിസ്കരിക്കാം. നല്ല കാര്യമാണ്. നിസ്കാരം വലിയ ഇബാദത്താണ്. നബിയോട് വന്ന് റബീഅത്ത് ബിൻ കഅബ് അസ്ലമി പറഞ്ഞല്ലോ, നബിയെ നിങ്ങളെ കൂടെ സ്വർഗത്തിൽ കൂട്ടുകാരനാവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. റബീഅത്ത് ബിൻ കഅബ് അസ്ലമി നബിയുടെ ഖാദിമായിരുന്നു. നബിക്ക് എല്ലാ ഖിദ്മത്തും ചെയ്യും, എപ്പോഴും നബിൻ്റെ കൂടെ നടക്കും. എല്ലാ ഖിദ്മയും നബി ആവശ്യപ്പെടാതെ കണ്ടറിഞ്ഞ് ചെയ്തതാണ് റബീഅത്ത് ബിൻ കഅബ് അസ്ലമി എന്ന സ്വഹാബി. അദ്ദേഹം നബിയോട് അദ്ദേഹത്തെ പറഞ്ഞ എന്ത് ആവശ്യമുള്ള ചോദിച്ചോ. അപ്പോൾ അദ്ദേഹം ഉന്നയിച്ച ആവശ്യം അതായത് എനിക്ക് സ്വർഗത്തിൽ നബിയെ നിങ്ങളെ കൂടെ കൂട്ടുകാരനാവണം. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. ഇമാം മുസ്ലിം റിപ്പോർട്ട് ഹദീസാണ്. നബിയെ നിങ്ങളെ കൂടെ സ്വർഗത്തിൽ കൂട്ടുകാരനാവണം. അപ്പോൾ നബി ഞങ്ങൾ കൊടുത്ത പരിഹാരം കാണാം. അഇന്നി അലാ ദാലിക ബികസ്റത്തി സുജൂദ്. നീ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കുക. സുജൂദ് വർദ്ധിപ്പിക്കാറ് നിസ്കാരം വർദ്ധിപ്പിക്കാതാണ്. നിങ്ങൾക്ക് എത്രയും നിസ്കരിക്കാം, എപ്പോഴും നിസ്കരിക്കാം. 2 റക്അത്ത് അല്ലാഹു നിസ്കരിക്കുന്നു എന്ന നിയ്യത്തിൽ നിസ്കരിക്കാം. അതിന് പ്രത്യേക കാരണമൊന്നും വേണ്ട. അത് സ്വതന്ത്രമായ നിസ്കാരമാണ്, മുത്തലക്കായ നിസ്കാരം. പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട നിസ്കാരമാണ്. എണ്ണം കൂടാൻ പാടില്ലാണ്. ളുഹറിന് മുമ്പ്, ളുഹറിന് ശേഷം, അസറിന് മുമ്പ്, മഗ്രിബിന് ശേഷം, മഗ്രിബിന് മുമ്പ് എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടത്. അത് 2 ആണെങ്കിൽ 2, 4 ആണെങ്കിൽ 4, എത്രയോ പഠിപ്പിച്ചത് അത് നിസ്കരിക്കാം. അതത്രയേ ഉള്ളൂ. ദുഹാ നിസ്കാരം, വിത്ർ നിസ്കാരം, അതൊക്കെ പഠിപ്പിച്ച എണ്ണത്തിൽ നിൽക്കുക. അത് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടതാണ്. അല്ലാത്തത് സ്വതന്ത്രമായ ഇബാദത്തിലേക്ക് ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും എത്ര വേണമെങ്കിലും
നിസ്കരിക്കാം. അത് നഫ്ല് മുത്തലക്കായ സുന്നത്ത് നിസ്കാരമാണ്. അതൊക്കെ അങ്ങനെ രാത്രി പകലൊക്കെ ആക്കി പറ്റും. അത് ഏത് സമയത്തും ആക്കി പറ്റും. വിലക്കപ്പെട്ട സമയമല്ലാത്ത ഏത് സമയത്തും ആവാം. ഏതായിരുന്നാലും ഇബാദത്തുകൾ സജീവമാക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മളെ സഹായം പ്രതീക്ഷിച്ച് പല ആളുകളും സ്വാഭാവികമായിട്ടും വരും. എല്ലാ കൊല്ലം വരവുണ്ട്. പല പള്ളികൾക്കും പല ആവശ്യങ്ങൾക്കൊക്കെ പിരിക്കാൻ വേണ്ടി അത് വരും. അൽഹംദുലില്ലാഹ് സന്തോഷം നമ്മൾ എല്ലാ കൊല്ലം അത് സ്വീകരിക്കുന്നുണ്ട്. നമുക്കെല്ലാം സ്വീകരിക്കാം. നമുക്ക് പറ്റുക സഹായിച്ചു കൊടുക്കാം. പറ്റൂലേ വേണ്ട. നമ്മൾ പറഞ്ഞൊരു ബക്കറ്റ് അവിടെ വെച്ചു, ആരും പൈസ ഇട്ടില്ല, ഒരു വസ്തുവില്ല. അല്ല എൻ്റെ ഇട്ടു, അൽഹംദുലില്ലാഹ് നമ്മളെ പള്ളിയിൽ നിന്ന് എന്തെങ്കിലും കയ്യിൽ കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. ഒരുപാട് സ്ഥലത്ത് പള്ളിക്ക് സ്ഥലം വാങ്ങിയിട്ടുണ്ടാകും, പള്ളി ഉണ്ടാക്കുന്നുണ്ടാകും, ദീനീയ സംരംഭങ്ങൾ ഉണ്ടാകും, പല വ്യക്തികളുടെ സഹായം ഉണ്ടാകും. പലരും നമ്മളെ തേടി വരും. അൽഹംദുലില്ലാഹ് വന്നോട്ടെ, സന്തോഷം, നമുക്ക് സ്വീകരിക്കാം, സന്തോഷത്തോടെ ഏറ്റെടുക്കാം. നമ്മൾക്ക് പൈസ കൊടുക്കാൻ പൂതിയുണ്ട്, കൈവശമൊന്നുമില്ല, ഒരു വിഷമം വേണ്ട, കൊടുത്ത കൂലി നമുക്ക് കിട്ടും. കൊടുക്കാൻ ആഗ്രഹമുണ്ട് ആത്മാർത്ഥമായിട്ട്, പണമില്ലാത്തത് കൊണ്ടാണ്, ഒരു വിഷമമില്ല, നമുക്ക് കൊടുത്താലേ കൂലി കിട്ടും. അല്ലാതെ എന്താ ഇങ്ങനെ ഓരോ പിരിവ്, അവിടെ സുഖമില്ല എന്നാണെങ്കിൽ നമുക്ക് നഷ്ടമാണ്. സന്തോഷത്തോടെ നമുക്ക് ഏറ്റെടുക്കാം, നമുക്ക് അവരെ സഹായിക്കാം. ഇനി പൈസ കൊടുക്കാൻ വയ്യേ വേണ്ട, നമുക്ക് സഹായിച്ചു, അല്ല ബക്കറ്റിൽ പിടിച്ചു, എല്ലാത്തിനും പോയി, അത് എണ്ണിക്കൊടുത്തു, നമ്മളിന് കൂടെ കൂടി, നമുക്കതേ കഴിയുള്ളൂ. സാമ്പത്തികമായിട്ട് ഒന്നുമില്ല, ആയിക്കോട്ടെ അൽഹംദുലില്ലാഹ്, അപ്പം നമുക്ക് പ്രതിഫലം നൽകും. ആ നിലക്ക് എല്ലാ ഖൈറിൻ്റെയും കൂടെ കൂടാൻ നമ്മൾ ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.